ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ കെമിസ്ട്രിയുടെ മോഡൽ എക്സാമിൻ്റെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം എളുപ്പമാണോ ചോദിച്ചാൽ ഓൾമോസ്റ്റ് എളുപ്പമാണ്. പക്ഷെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ന്യൂമറിക്കൽസൊക്കെ ചെറുപ്പം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിച്ച് നോക്കണം. മനസ്സിലാവാത്ത ഏതെങ്കിലും ഏരിയകളുണ്ടെങ്കിൽ ഇത് കവർ ചെയ്യണം. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിലായിരിക്കും നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇൻസ്പയർ ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കഷനിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം മക്കളെ. അപ്പം നിങ്ങൾ നോക്കിക്കേ, 2025 ഫെബ്രുവരിയുടെ ചോദ്യ പേപ്പറാണ് ഈ കാണുന്നത്. 2025 ഫെബ്രുവരിയുടെ ചോദ്യ പേപ്പറാണ്. നമുക്ക് നമ്മൾ ഒന്നാം ചോദ്യം കിടക്കാം. ഹൗ മെനി സിഗ്നിഫിക്കന്റ് ഫിഗർ ആർ പ്രസന്റ് ഇൻ 18.42 ആൻഡ് 0.0004? മക്കളെ, നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റിലെ ചോദ്യമാണിത്. അപ്പം ഇവിടെ നമ്മൾ എല്ലാവരും പഠിക്കുക മോൾ കോൺസെപ്റ്റും അതേപോലെ തന്നെയുള്ള സോഷ്യോമെട്രിക് കാൽക്കുലേഷൻ ഒക്കെ പഠിച്ചു പോകും. പക്ഷേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഈ സിഗ്നിഫിക്കർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മറന്ന് സ്കിപ്പ് ചെയ്യാനാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു മാർക്ക് ചോദ്യങ്ങളൊക്കെ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. കാരണം ഇതെങ്ങനെയാണ് സിഗ്നിഫിക്കർ ചെയ്യുക? അപ്പോൾ നമ്മൾ ഒന്ന് രണ്ടും കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. 2-3 എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ പോയിന്റ്, എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും എന്താണ്, സിഗ്നിഫിക്കർ ആണ്. അപ്പം ഓൾ നോൺ സീറോ ഡിജിറ്റ് എന്താണ്, എല്ലാ പൂജ്യമല്ലാത്ത എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും എന്താണ്, സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം, ഒരു 255 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 250 ഗ്രാം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്കുള്ളതൊക്കെ എന്താ, ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 285 ഇത് 2, 3 എന്താണ്, നോൺ ഡിജിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കർ എത്രയാണ്, 3 ആണ്. 250 എത്രയാണ്? അപ്പം ഫോർ എക്സാമ്പിൾ വേറെ പറയാം, ലെറ്റ്സ് സേ ഒരു 25 ഗ്രാം എന്താ, നോൺ ഡിജിറ്റാ, നോൺ സീറോ ഡിജിറ്റാ അല്ലേ? അപ്പോൾ എന്താണ്, 2 ആണ് അതിന്റെ സിഗ്നിഫിക്കർ ആയിട്ട് വരിക. അപ്പോൾ എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും എന്താണ് മക്കളെ, സിഗ്നിഫിക്കന്റ് ഫിഗർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി രണ്ടാമതൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഡെസിമൽ പോയിന്റ് വരും. ഇത് പല കുട്ടികളും തെറ്റിക്കുന്ന കാര്യം. ഡെസിമൽ പോയിന്റ് വരും. ഫോർ എക്സാമ്പിൾ 0.03 ഒരു ഡെസിമൽ പോയിന്റ് വന്നു. അപ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം 0 വരുന്നു. അപ്പോൾ എന്താ പ്രശ്നം, ഡെസിമൽ പോയിന്റിന് മുമ്പോ ശേഷമോ 0 വരികയാണെങ്കിൽ അത് എന്തല്ല, സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിൽ വരാൻ ചാൻസ്, ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലെറ്റ്സ് സേ ഒരു 0.200 എന്ന് നിൽക്കും. ഇവിടെ ഇതെന്താ വ്യത്യാസം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല കുട്ടികൾ തെറ്റിക്കുന്ന വാക്കാണ്. എന്താ വ്യത്യാസം? ഇവിടെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ 0.03 ആണെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് ശേഷം ആദ്യം വരുന്ന ആരാ, 0 അല്ലേ, 0 ആണ്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ശേഷം 0 വന്നാൽ എന്തല്ല, അത് ആ 0 നമ്മൾ സിഗ്നിഫിക്കർ ആയിട്ട് കൂട്ടാൻ പാടില്ല. അതിന് ശേഷം കാണുന്ന നോൺ സീറോ ഡിജിറ്റ് മാത്രമേ നമ്മൾ സിഗ്നിഫിക്കർ ആയിട്ട് കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെസിമൽ പോയിന്റ് ശേഷം ആദ്യം 0 വന്നു. അപ്പോൾ ആ 0 എന്തല്ല, സിഗ്നിഫിക്കർ അല്ല. അതിന് ശേഷം ആരാ നോക്കുക, അപ്പോൾ ഇയാൾ എന്താണ്, സിഗ്നിഫിക്കർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ഉണ്ട്, ഒരു സിഗ്നിഫിക്കർ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കേസിൽ ഡെസിമൽ പോയിന്റ് ശേഷം ആദ്യം കാണുന്നത് എന്താണ്, നോൺ സീറോ ഡിജിറ്റ് ആണെങ്കിൽ അയാളും സിഗ്നിഫിക്കർ ആണ്. അതിനുശേഷം എൻഡിൽ കാണുന്ന, അതിന് ശേഷം വരുന്ന റൈറ്റ് സൈഡിലുള്ള എല്ലാ പൂജ്യങ്ങളും എന്താണ്, സിഗ്നിഫിക്കർ ആയിട്ട് കണക്കാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം ഡെസിമൽ പോയിന്റ് ശേഷം 0 അല്ലാത്തവനാണ് ആദ്യം വരുന്നതെങ്കിൽ അവൻ സിഗ്നിഫിക്കർ ആണ്, ബാക്കിയുള്ള സീറോസും സിഗ്നിഫിക്കർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 0.2 ഇയാളെ സിഗ്നിഫിക്കർ ആണ്, ബാക്കിയുള്ള പൂജ്യവും എന്താണ്, സിഗ്നിഫിക്കർ ആണ്. എന്ന് വെച്ചാൽ അർത്ഥം ഇവിടെ 3 സിഗ്നിഫിക്കർ ഉണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായോ? യെസ്. ലെറ്റ്സ് ഒരു 2.005 എന്നായിരിക്കും. ഈ 2 നോൺ സീറോ ഡിജിറ്റിന്റെ ഇടയിലുള്ള പൂജ്യങ്ങളെ നമ്മൾ സിഗ്നിഫിക്കർ ആയിട്ട് കണക്കാക്കാറുണ്ട്. ഇപ്പൊ 2 നോൺ സീറോ ഡിജിറ്റിന്റെ ഇടയിൽ നമ്മൾ സാൻഡ്വിച്ച് ആയിട്ട് കാണപ്പെടുന്ന പൂജ്യങ്ങളൊക്കെ എന്താണ്, സിഗ്നിഫിക്കർ ആണ്. എന്ന് വെച്ചാൽ അർത്ഥം ഇയാൾ എന്താ, സിഗ്നിഫിക്കർ ആണ്. മൊത്തം എത്ര സിഗ്നിഫിക്കർ ഉണ്ട്, 4 സിഗ്നിഫിക്കർ ഉണ്ട്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് സിഗ്നിഫിക്കർ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. നമ്മൾ തിരിച്ചു വരാം. നോക്കിയാൽ ഹൗ മെനി സിഗ്നിഫിക്കേഴ്സ് ആർ പ്രസന്റ് ഇൻ 18.42? മക്കളെ സിമ്പിൾ അല്ലേ, 4 ആൾക്കാർ നോൺ സീറോ ഡിജിറ്റ് അല്ലേ. അപ്പൊ 4 എന്താ മക്കളെ, സിഗ്നിഫിക്കർ ആണ്. 4 എന്ന് നോക്കിയാൽ 0.0004. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡെസിമൽ പോയിന്റ് ശേഷം വരുന്ന 0 ഒന്നും എന്തല്ല, സിഗ്നിഫിക്കർ അല്ല. ബിക്കോസ് അത് ആണ് ആദ്യം കാണുന്നതെങ്കിൽ എന്തല്ല, സിഗ്നിഫിക്കർ അല്ല. നേരെ മറിച്ച് ഡെസിമൽ പോയിന്റ് ശേഷം കാണുന്നത് ആദ്യം നോൺ സീറോ ഡിജിറ്റ് ആണെങ്കിൽ അതിന് ശേഷം കാണുന്ന 0 എന്താണ്, സിഗ്നിഫിക്കർ ആണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പൂജ്യങ്ങളൊന്നും എന്തല്ല മക്കളെ, ഈ പൂജ്യങ്ങളൊന്നും എന്തല്ല, സിഗ്നിഫിക്കർ അല്ല. ശേഷം കാണുന്ന നോൺ സീറോ ഡിജിറ്റ് ആയിട്ടുള്ള 4 മാത്രമാണ് സിഗ്നിഫിക്കർ. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സിഗ്നിഫിക്കർ എണ്ണം ചോദിച്ചാൽ 1 മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ഇൻ BCl3 ഈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. കെമിക്കൽ ബോണ്ടിങ്ങിലെ വളരെ എപ്പോഴും ചോദിക്കുന്ന സിമ്പിൾ ആയ ചോദ്യമാണ് BCl3യുടെ ഹൈബ്രിഡൈസേഷൻ. മക്കളെ നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് കൃത്യമായിട്ട് പഠിക്കേണ്ട ഏരിയ ആണ് ഹൈബ്രിഡൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. BCl3 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ബോണ്ട് പേഴ്സ് ഉണ്ട് മക്കളെ? ഇവിടെ ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ്? ബോണ്ട് പേഴ്സ് ആണ്. ബോറോൺ എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റൽ ആണ്, സെൻട്രൽ ആറ്റം ആണ്. അതിന് ചുറ്റും ക്ലോറിൻ ആറ്റംസുകൾ ഉണ്ട്. സോ ഇവിടെ 3 ക്ലോറിൻ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങനെ ബോണ്ട് ചെയ്യുന്നുണ്ടാകും. സോ ഈ ക്ലോറിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ബോറോൺ ക്ലോറിൻ അവിടെ ബോണ്ട് പേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. എത്ര ബോണ്ട് പേഴ്സ് ഉണ്ട്? 3 ബോണ്ട് പേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ 3 ബോണ്ട് പേറുകൾ ഉണ്ടാകും. ലോൺ പേർ ഉണ്ടോ? ബോറോണിന്റെ മുകളിൽ എന്തില്ല? ലോൺ പേറുകൾ ഇല്ല അല്ലെ? എന്തില്ല? ലോൺ പേറുകൾ ഇല്ല. സോ ലോൺ പേർ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ 3 ബോണ്ട് പേരും ഉണ്ട്, 0 ലോൺ പേരും ആണെങ്കിൽ നമ്മൾ മൊത്തം നമ്പർ എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും? 3 എന്ന് പറയും. 3 ആണെങ്കിൽ എന്തായിരിക്കും? അത് sp2 ആണ് അല്ലെ? ബോണ്ട് പേർ പ്ലസ് ലോൺ പേർ 3 ആണെങ്കിൽ അത് sp2 ആണ്. ഇനി ബോണ്ട് പേർ പ്ലസ് ലോൺ പേർ 4 ആണെങ്കിലോ അത് sp3 ആണ്. ബോണ്ട് പേർ പ്ലസ് ലോൺ പേർ 2 ആണെങ്കിലോ അത് sp ആണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഇതിന്റെ ആൻസർ എന്താണ് മക്കളെ? sp2 എന്നാണ്. സിമ്പിൾ അല്ലേ? യെസ്. ഇത് നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിൽ പോകാം. ഐഡന്റിഫൈ ദ ലൂയിസ് ബേസ് എമംഗ് ദ ഫോളോവിംഗ്. മക്കളെ എന്താ ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ലൂയിസ് ആസിഡ്? അതാദ്യം പറയട്ടെ. എന്താ ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോൺ പെയറുകളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ അല്ലെ? എന്താ ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. വളരെ സിമ്പിൾ ആയ കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ലോൺ പെയറുകൾ ഉള്ളത് അവൻ എന്തായിരിക്കും? ലൂയിസ് ബേസ് ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ BF3 അവൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ? അല്ലെങ്കിൽ അവന് ഇലക്ട്രോൺ പെയർ ഉണ്ടോ? അത് ചോദിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഒക്ടറ്റ് റൂൾ ഒക്കെ അല്ലെ? BF3 എന്തല്ല? BF3 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. അവൻ ഇലക്ട്രോൺ പെയർ സ്വീകരിക്കാനാണ് എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക അല്ലെ? അപ്പൊ അവൻ എന്താണ്? ലൂയിസ് ആസിഡാ. നേരെ മറിച്ച് NH3 ആണെങ്കിൽ എന്താ? അമോണിയന്റെ നൈട്രജന്റെ മുകളിൽ എന്ത് മക്കളെ? ലോൺ പെയർ ഇലക്ട്രോണുകൾ ഉണ്ടല്ലേ? അവൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ? അല്ല, ഇലക്ട്രോൺ എക്സസ്, കൂടുതൽ ഇലക്ട്രോൺസുകൾ ഉണ്ട്. അവൻ എന്ത് ചെയ്യും മക്കളെ? അവൻ എന്താ ചെയ്യാം? അവൻ ഇലക്ട്രോൺ പെയറുകൾ എന്ത് ചെയ്യും മക്കളെ? കൊടുക്കാനാണ് ശ്രമിക്കുക. എന്താ ചെയ്യുക? ഇലക്ട്രോൺ പെയറുകളെ കൊടുക്കാനാണ് ശ്രമിക്കുക. ലോൺ പെയർ ഇലക്ട്രോൺ അവന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യും? കൊടുക്കും. അവൻ എന്താണ്? ലൂയിസ് ബേസ് ആകുന്നു. ഇന്ന് നോക്കിയാൽ AlCl3 അലൂമിനിയം ക്ലോറൈഡ് എന്താ? അലൂമിനിയം ക്ലോറൈഡ് ഇലക്ട്രോൺ പെയർ ഉണ്ടോ? ഇല്ല. അവനെന്തിൽ ലോൺ പെയർ ഇലക്ട്രോണുകൾ ഇല്ല. അവരെന്ത് ചെയ്യില്ല? ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുക, എന്ത് ചെയ്യില്ല? കൊടുക്കൂല. ഇന്ന് നോക്കിയാൽ H+ഉം അവിടെയും ഇലക്ട്രോൺ എണ്ണം കുറവാണ്. സോ എന്ത് ചെയ്യും? എപ്പോഴും ഇലക്ട്രോൺ സ്വീകരിക്കുക ചെയ്യുക, ഉള്ള ഇലക്ട്രോണുകളെ വിട്ട് കൊടുക്കില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. സോ അതേഴ്സ് ആർ ലൂയിസ് ആസിഡ് ആൻഡ് അമോണിയ ഈസ് ലൂയിസ് ബേസ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, എസ്റ്റിമേഷൻ ഓഫ് amount ഓഫ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ. ഇത് വളരെ സിമ്പിൾ ആയുള്ള ചോദ്യം. കാരണം തിയറട്ടിക്കൽ ചോദ്യം. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പൽ ടെക്നിക്സിലുള്ള തിയറട്ടിക്കൽ ചോദ്യമാണിത്. സാധാരണ ഈ ചാപ്റ്ററിനകത്തുന്ന ആ ഒരു ഏരിയന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതേപോലെ ഇതുപോലെയുള്ള 1 വേർഡ് ചോദ്യങ്ങളും 1 മാർക്ക് ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാർബണും ഹൈഡ്രജനും എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം? കാർബൺ ആൻഡ് ഹൈഡ്രജൻ എസ്റ്റിമേറ്റഡ് ബൈ ലെബിഗ്സ് മെത്തേഡ് ആണ് അല്ലെ? ലെബിഗ്സ് കമ്പഷൻ മെത്തേഡ് എന്ന് പറയാറുണ്ട്. ലെബിഗ്സ് കമ്പഷൻ മെത്തേഡ്. എന്ത്? കാർബണും ഹൈഡ്രജനും. ഓക്കെ, അതേപോലെ തന്നെ മക്കളെ നമ്മൾ നൈട്രജൻ കണ്ടുപിടിക്കാം. നൈട്രജൻ കണ്ടുപിടിക്കാൻ 2 തരത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ 2 തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഒന്നാണ് എന്ത് മക്കളെ? ഡ്യൂമാസ് മെത്തേഡും ഡ്യൂമാസും മറ്റേതെന്താണ്? ജൽദാസും. ഡ്യൂമാസ് ആൻഡ് ജൽദാസ്. ഓക്കെ, അതേപോലെ തന്നെ ഒന്നും കൂടി പറയാനുണ്ട് മക്കളെ. നമുക്ക് നൈട്രജൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഹാലജനും സൾഫറും. ഹാലജനും സൾഫർ എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആയ മെത്തേഡ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കാരിയസ് മെത്തേഡ്. ഈ കാരിയസ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിന്റെ പേരാണെന്ത്? കാരിയസ് ട്യൂബ്. സോ നിങ്ങൾ നോക്കിക്കേ, എസ്റ്റിമേഷൻ ഓഫ് എമൗണ്ട് ഓഫ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാരിഡ് ഔട്ട്. അപ്പൊ സൾഫർ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക? ബൈ ഏത് മെത്തേഡാണ്? കാരിയസ് മെത്തേഡ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ട്യൂബ് ഏതാ? കാരിയസ് ട്യൂബ്. അത്രേ ഉള്ളൂ. നോക്കിക്കേ, കാരിയസ് ട്യൂബ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ജൽദാസ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്ന ജൽദാസ് ഫ്ലാസ്ക് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇനി അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് വിത്ത് സിമ്പിൾ UUS. അത് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അറ്റോമിക് നമ്പർ 100ന് മുകളിലുള്ള ആൾക്കാരെ നമ്മൾ പേരിടാൻ വേണ്ടിയിട്ട് ഒരു നൊട്ടേഷൻ പഠിച്ചിട്ടുണ്ടാകും അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 0നെ വിളിക്കുന്ന പേരെന്താ? നിൽ എന്നാണ് അല്ലെ? 1 ആണെങ്കിലോ? അൺ അല്ലെ? 2 ആണെങ്കിലോ? ബൈ അല്ലെ? ഇപ്പം ബൈ, ട്രൈ, ടെട്ര, പെൻറ്റ, ഹെക്സ അല്ലെ? പിന്നെ സെപ്റ്റ, ഒക്ട, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലെ? നൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കൃത്യമായി അറിയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് U എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അൺ എന്നാണ്. അണ്ണിന്റെ സാധനമാണ് U. അടുത്ത U എന്താ? അത് 1 തന്നെ. പക്ഷെ നമ്മൾ പേരിടുമ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റത്തെ ക്യാപിറ്റലിൽ കൊടുക്കും, പിന്നെ ഒക്കെ സ്മോൾ ലെറ്റർ ആയിരിക്കും. അങ്ങനെയാണ് UUS എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് മക്കളെ. എസ് എന്തായിരിക്കും? സെപ്റ്റിയം. അൺസെപ്റ്റിയം. അപ്പൊ സെപ്റ്റ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ IUM ചേർക്കണം. അപ്പം അൺനിൽ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നില്ലിയം എന്ന് പറയുന്നത് അർത്ഥം, അതിന്റെ അർത്ഥം 1 നിൽ എന്ന് പറഞ്ഞാൽ 0 ആണ്. 110 എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ആണെങ്കിൽ എന്താ? 11. സെപ്റ്റി എന്ന് പറഞ്ഞാൽ 7 എന്നാ. സോ 117, 117 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. റെഡി അല്ലേ?
റെഡിയല്ലേ? യെസ്. ഇനി ഐഡന്റിഫൈ ദ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദ ഗിവൺ പെയർ ഓഫ് കോമ്പൗണ്ട് എന്നാണ് ചോദ്യം. ഇത് ടിപ്പിക്കൽ ചോദ്യം, സം ബേസിക് കോൺസെപ്റ്റിൽ ടിപ്പിക്കൽ ചോദ്യമാണ്. വളരെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത് ഈ തരത്തിലുള്ള ചോദ്യം. അതായത് നമുക്കറിയാം ഒരുപാട് ലോകളുണ്ട്. ഏതൊക്കെയാണ്? ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ, അല്ലെ? ലോ ഓഫ് എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ, അല്ലെ? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഉണ്ട്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ലോ ഉണ്ട്, അല്ലെ? ഏതാണ് ഇമ്പോർട്ടന്റ് ലോ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, അല്ലെ? എന്താണത്? എന്താണത്? പറ. എന്താണ് അതിന് പ്രധാനപ്പെട്ട ലോകളുണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ എന്ന് പറയാറുണ്ട്. ജോസഫ് പ്രോസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെ? പിന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഉണ്ട്, അല്ലെ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലോകളുണ്ട്, അല്ലെ? അപ്പം ഇവിടെ ഏത് ലോ ആണെന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കാര്യം മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? നിങ്ങൾ നോക്കിയാൽ ചോദ്യത്തിൽ കണ്ണ് തുറന്ന് നോക്കിയാൽ എല്ലാവരും വളരെ കണ്ണുകൾ സൂക്ഷ്മതയോട് നോക്കണം. നോക്കിയേ, കോപ്പർ ഓക്സൈഡും കുപ്രിക് ഓക്സൈഡ്, അല്ലെ? CuO and Cu2O. കുപ്രസും ഉണ്ട്, കുപ്രിക്കും ഉണ്ട്. ഓക്കെ, കുപ്രസ് ഓക്സൈഡ് ഉണ്ട്, കുപ്രിക് ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടാവും. H2O, H2O2, വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും. ഇതും ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് മനസ്സിലാക്കുക സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരാളുടെ മാസ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. എന്തായിരിക്കും? ഒരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും. മറ്റേ ആളുടെ മാസ് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ആ ഡിഫറെന്റ് ആയ ആള് ഫിക്സഡ് ആയ മാസുമായിട്ട് എന്ത് ചെയ്യും? ഒരു റേഷ്യോ, ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് എന്ത്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. വിച്ച് മീൻസ് ഇവിടെ നമ്മൾ H2O H2O2 എടുക്കുകയാണെങ്കിൽ H2ലെ ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 2ഉം ഓക്സിജന്റെ മാസ് 16ഉമാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. H2O2 ആണെങ്കിൽ ഹൈഡ്രജന്റെ മാസ് 2ഉം ഓക്സിജന്റെ മാസ് 32ആണ്, അല്ലെ? അപ്പൊ നമ്മൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? 1:8 എന്നും പറയാം. ഇയാളാണെങ്കിൽ എന്തായിരിക്കും? 1:16 എന്നും പറയാം. അപ്പൊ ഇവിടെ 1 എന്താണ് മക്കളെ? കോൺസ്റ്റന്റ് ആണ്. പക്ഷേ 8ഉം 16ഉം എന്താണ്? ഡിഫറെന്റ് ആണ്, അല്ലെ? ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഇവിടെ ഇത് മാസ് ആണ്. അപ്പം 8 എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയ മാസിന് ഒരു ഹോൾ നമ്പർ റേഷ്യോ, അതായത് 18ഉം 16ഉം തമ്മിലുള്ള ഹോൾ നമ്പർ റേഷ്യോ എത്രയാണ്? 1:2 ആണ്. അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ലോ ഒബേ ചെയ്യുന്നു. വിച്ച് മീൻസ് ഹൈഡ്രജന്റെ മാസ് അവിടെ ഫിക്സഡ് ആണ്, പക്ഷെ ഓക്സിജന്റെ മാസ് എന്താണ്? ഡിഫറെന്റ് ആണ്. അവർ തമ്മിലുള്ള റേഷ്യോ എന്താണ്? 1:2. അതേപോലെ തന്നെ ഇവിടെ കോപ്പർ ഓക്സൈഡും കുപ്രസ് ഓക്സൈഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയാൽ ഇവിടെ ഓക്സിജൻ എന്താണ് മക്കളെ? ഈ ഓക്സിജൻ ഇവിടെ ഫിക്സഡ് ആണ്, അതിന്റെ മാസ് ഫിക്സഡ് ആണ്. പക്ഷെ കോപ്പറിന്റെ മാസ് എന്താണ്? എന്ത് റേഷ്യോയിലാണ്? 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഓക്കെ, അതാണ് എന്ത്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ദ ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് കണ്ണോടിച്ച് പോവാം. നോക്കിയേ, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് 2 elements can combine for more than one compound. അത് നോക്കിയേ, 2 elements can combine, 2 എലമെന്റ് കമ്പൈൻ ചെയ്യാം. ഈ എക്സാമ്പിളിൽ എടുത്ത് നോക്കാം, കോപ്പറും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവാണ്? മോർ ദാൻ 2 elements ഉണ്ടാവാണ്, അല്ലെ? മോർ ദാൻ 1 കോമ്പൗണ്ട് ഉണ്ടാവാണ്. 2 ഡിഫറെന്റ് എലമെന്റ് കൂടി ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാവാണ്. അപ്പോൾ ഒന്നിലധികം കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ട് എന്താണ്? കോപ്പർ ഓക്സൈഡ് ആണ്. മറ്റേ കോമ്പൗണ്ട് എന്താണ്? Cu2O ആണ്, അല്ലെ? ഇപ്പൊ മോർ ദാൻ കോമ്പൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഡിഫറെന്റ് മാസ് ഓഫ് വൺ ഓഫ് എലമെന്റ് ദാറ്റ് കമ്പൈൻ വിത്ത് ഫിക്സഡ് മാസ്. ഡിഫറെന്റ് മാസ് എന്ന് പറയുമ്പോൾ ഏതാ മക്കളെ? ഇവിടെ ഡിഫറെന്റ് മാസ് ആണ്. ഇവിടെ കോപ്പർ ആണ് ഒരു മാസ്, ഇവിടെ ഏതാ? Cu2O. രണ്ട് കോപ്പർ ഉണ്ട്, അല്ലേ? അപ്പം ഈ ഓക്സിജൻ എന്താണ്? ഫിക്സഡ് മാസ് ആണ്. കോപ്പർ എന്താണ്? കോപ്പർ കമ്പൈൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് മാസ് ആയിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഡിഫറെന്റ് മാസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് മാസ് ഉള്ളവൻ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്യുക. ആരുമായിട്ട്? ഫിക്സഡ് മാസ് ആയിട്ടുള്ള ഓക്സിജനുമായിട്ട്. ഇത്രയേ ഉള്ളൂ. ഈ ലോനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് if the 2 elements can combine for more than one compound, the different mass of one of the element that combine with the fixed mass of the other element are in a small whole number ratio. Copper and chromium show extra stability. Why their substantial electronic configuration? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ചാപ്റ്റർ പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് കൃത്യമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഈ കോപ്പറും ക്രോമിയവും. ഈ കോപ്പറും ക്രോമിയം സ്ഥിരമായി ചോദിക്കുന്നതാണ് എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നതാണ് വിശ്വാസം. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. അല്ലെങ്കിൽ 1s 2s 2p6 3s എന്ന് എഴുതി പോകാറുണ്ട്. അപ്പോൾ നമുക്കറിയാം അറ്റോമിക് നമ്പർ 18 ആണ് ആർക്ക്? ആർഗൺ. സോ നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ട് ആർഗൺ എഴുതാം. ആർഗൺ എഴുതുമ്പോൾ 18 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള ആൾക്കാരെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. സോ ആർഗൺ കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും മക്കളെ? ആരായിരിക്കും? 4s2 3d, അല്ലെ? അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ 3d 4s, എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? 4s2 ഫില്ല് ചെയ്ത് എന്ത് ചെയ്യും? 3d. എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? 5 ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. പക്ഷേ 5 ഇലക്ട്രോൺ ആകുമ്പോൾ എന്ത് ചെയ്യും? അത് 25 ആകും. അപ്പം നമ്മൾ മനസ്സിലാകുന്ന കാര്യം, ഇവിടെ 4s2 ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ എത്ര ഉണ്ടാവുക? 4s1 ഉണ്ടാകുള്ളൂ. അപ്പം എന്താ കാരണം? എന്താ? എസ് ഇലക്ട്രോൺസ് എസ് ഷെല്ലിൽ അകത്ത് 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാതെ ഡി പോയിട്ട് എന്ത് ചെയ്യും? 5 ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. ശരിക്കും വേണ്ടിയിരുന്ന എങ്ങനെയായിരുന്നു? 4s2 3d4 എന്നാണ് വേണ്ടത് ക്രോമിയത്തിന്, അല്ല കോപ്പറിന്. കാരണം എന്താ?
സോറി ക്രോമിയത്തിന്, ഇത് ക്രോമിയത്തിന് കാര്യം ഞാൻ പറഞ്ഞിട്ട് ക്രോമിയമാണ്. അറ്റോമിക് നമ്പർ 24 ആണ് ക്രോമിയം. അപ്പോൾ അതിന് വരുന്ന എന്താണ് ആർഗൺ 4s1 3d 5 ആണ് ശരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ അതായത് നമ്മൾ വിചാരിക്കുന്നത് എന്തായിരുന്നു, ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ക്രോമിയം 24 എന്ന് പറയുമ്പോൾ ആർഗൺ 4s2 3d4 എന്നാണ് വിചാരിക്കുക. പക്ഷെ തെറ്റാ. കാരണം എന്താ റീസൺ, ഹാഫ് ഫിലിഡ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം. അതായത് ഡി എന്ന് പറഞ്ഞ സബ്ഷനിനകത്ത് എത്ര ഇലക്ട്രോൺസ് പറ്റും മക്കളെ? മൊത്തം 10 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പം അതിന് ഹാഫ് ഫിലിഡ് എന്ന് പറയുമ്പോൾ 5 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 5 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ ഈ എസ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ചാടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും മക്കളെ? അവരെന്ത് ചെയ്യും? ഈ ഡിക്ക് പോകും. ഡിക്ക് പോയി ഡി എന്ത് ചെയ്യും? 5 ഇലക്ട്രോൺ ഫില്ല് ആവും. അതായത് ഇങ്ങനെ ഉണ്ടാവും മക്കളെ. 4s എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസും 3d 4 ഇലക്ട്രോൺസ് ആണ് വിചാരിക്കുക നിങ്ങൾ. അപ്പം ഈ ഡി എന്തല്ല ഭയങ്കര സ്റ്റേബിൾ അല്ല. കാരണം ഹാഫ് ഫിൽഡ് ആണ്, കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ഇവിടെ എസ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിപ്പിക്കും, ഇതെന്ത് ചെയ്യും? ഇവിടെ ഫില്ലാക്കും. അപ്പൊ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി കിട്ടും ആയിരിക്കും ഈ ക്രോമിയത്തിന്. അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ഇലക്ട്രോണിക് കോൺഫിഡൻസ് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. എന്താ എഴുതി കൊടുക്കേണ്ടത്? ആർഗൺ 4s1 3d5 അതായത് 3d5 4s1 എന്നും പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എന്ത് ക്രോമിയം. കോപ്പർ ആണെങ്കിലും മക്കളെ, കോപ്പർ ആണെങ്കിൽ അവൻ ഫുൾ ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഫുൾ ഫിൽഡ് സ്റ്റെബിലിറ്റി കാണിക്കും. എന്ന് വെച്ചതിന്റെ അർത്ഥം കോപ്പർ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 29 ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെ ഉണ്ടാവുക? നോർമൽ കേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആർഗൺ കഴിഞ്ഞാൽ മക്കളെ 4s2 3d9 എന്നാണ് വിചാരിക്കാം. അങ്ങനെ അറ്റോമിക് 29 ശരിക്കും വേണ്ടത്. പക്ഷേ അങ്ങനെയല്ല വരിക, അത് തെറ്റാ. ബിക്കോസ് എന്താ റീസൺ? ബിക്കോസ് കോപ്പർ ഷോ ഫുൾ ഫിൽഡ് ഇലക്ട്രോണിക് ഫുൾ ഫിൽഡ് സ്റ്റെബിലിറ്റി കാണിക്കും. എന്ന് വെച്ചതിന്റെ അർത്ഥം എന്താ? കോപ്പറിന് എന്ത് ചെയ്യാൻ കഴിവുണ്ട് മക്കളെ? ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4s ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചാടിയിട്ട് 4s1 3d10 എന്ന് പറയുന്ന എക്സ്ട്രാ സ്റ്റെബിലിറ്റി, എക്സ്ട്രാ ഫുൾ ഫിൽഡ് സ്റ്റെബിലിറ്റി കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആൾക്കാരും ഇതുപോലെ എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ആരൊക്കെയാണ് എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുക? കോപ്പറും ക്രോമിയവും. കോപ്പർ എന്താ കാണിക്കുക? ഫുൾ ഫിൽഡ് ആണെങ്കിൽ ക്രോമിയം എന്താണ്? ഹാഫ് ഫിൽഡ് ആണെന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മക്കളെ? ഓർത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഫുൾ ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മനസ്സിലായോ? യെസ്. ഇനി അതാണ് അതിന്റെ സ്റ്റെബിലിറ്റി റീസൺ. ഓക്കെ, സ്റ്റെബിലിറ്റി റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഹാഫ് ഫിൽഡും ഫുൾ ഫിൽഡുമാണ്. റെഡി? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ സ്പീഷീസ് ആർ ഈക്വൽ ടു 11 10 and 12 റെസ്പെക്റ്റീവ്ലി. വൈ ദ പ്രോപ്പർ സിംപ്ലിസിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള അറ്റോമിസിറ്റിയുമായി ബന്ധപ്പെട്ട് പീരിയോഡിക് ടേബിളിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മക്കളെ? നമ്മളൊരു ഒരു എലമെന്റിനെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അത് നമ്പർ ഓഫ് ഇലക്ട്രോണുമായിട്ട് ഈക്വൽ ആവും എപ്പോൾ മാത്രം അത് ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ കേസ് ഓഫ് ന്യൂട്രൽ ആറ്റംസ്. നോർമലി ന്യൂട്രൽ ആറ്റം അല്ല എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ചാർജ് സ്പീഷീസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇലക്ട്രോൺ എണ്ണവുമായിട്ട് അറ്റോമിക് നമ്പർ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പകരം നമ്മൾ പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ തന്നെയാണ്. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും കൂടുമ്പോഴാണ് അതിന്റെ എന്തുണ്ടാവുക? മാസ് നമ്പർ ഉണ്ടാവുക. എന്താണ്? മാസ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. റെഡി അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കൾ നിങ്ങൾ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ പറയുന്നത് എന്താണ്? പ്രോട്ടോൺ എണ്ണം 11 ആണ്. അതിന്റെ അർത്ഥം എന്താ? അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണെന്നാണ്. ഇലക്ട്രോൺ എണ്ണം 10 ആണ്. അതിന്റെ അർത്ഥം എന്താ? അറ്റോമിക് നമ്പർ നിന്നും അറ്റോമിക് എന്ന് പറയുന്നത് നോർമൽ എലിമെന്റിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടവനാണെന്ത് ഈ കേസ്. എന്ന് വെച്ചാൽ എന്തുണ്ട്? ഒരു ചാർജ് പ്ലസ് ചാർജ് ഉണ്ടാകും. പ്ലസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അതിന്റെ നമ്പർ ഇലക്ട്രോൺ എന്നത് എന്തായത് 10 എന്നാവാണ് റീസൺ. ഇനി അടുത്തൊരു കാര്യം തരുന്നുണ്ട്, ഡാറ്റ തരുന്നുണ്ട്. ഇലക്ട്രോൺ നമ്പർ എത്രയാണ്? 12 ആണ്. വിച്ച് മീൻസ് അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മാസ് നമ്പർ എന്ന് പറയുന്നത് മക്കളെ മാസ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്നാണ്. അറ്റോമിക് നമ്പർ റെപ്രസെന്റ് എങ്ങനെയാണ്? Z എന്നാണ്. സോ അറ്റോമിക് നമ്പർ 11 ആണ്. മാസ് നമ്പർ എന്തായിരിക്കും മക്കളെ? മാസ് നമ്പർ ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോൺ നമ്പർ, അല്ലെങ്കിൽ പ്രോട്ടോൺ നമ്പർ പ്ലസ് ന്യൂട്രോൺ നമ്പർ. വിച്ച് മീൻസ് എത്രയായിരിക്കും? 11 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 23. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എലമെന്റിനെ കണ്ടുപിടിക്കുക വളരെ എളുപ്പം. അറ്റോമിക് നമ്പർ 11 ആയിട്ടുള്ള മാസ് നമ്പർ 23 ആയിട്ടുള്ള എലമെന്റ് ഏതാ? സോഡിയമാണ്. ഏതാണ്? സോഡിയമാണ്. അപ്പൊ സോഡിയമാണ് ഈ എക്സ് എന്ന് പറഞ്ഞപ്പോൾ സോഡിയമാണ്. സോഡിയം 11 and 23. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മക്കൾ. എന്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണിത്. ഇനി അടുത്ത പ്രശ്നം ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. അതിനാണ് നമ്മൾ എന്ത് തന്നിരിക്കുന്നത് മക്കളെ? ഇവിടെ ഇലക്ട്രോൺ ആണ് തന്നിരിക്കുന്നത്. ചാർജ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ കുറവാണ്. 11 വേണ്ടടുത്ത് 10 ഉള്ളൂ. അതിനർത്ഥം Na+ ആണെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? യെസ്. അപ്പൊ ഇതാണെന്ത് ഇൻ ആൻസർ. നിങ്ങൾക്ക് എന്നേക്ക് പകരം ഇവിടെ എക്സ് എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. റെഡിയല്ലേ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന സാധനം താഴെയും മാസ് നമ്പർ മുകളിലുമാണ്. അത് മാറിപ്പോരുത് കേട്ടോ. അറ്റോമിക് നമ്പർ താഴെയും മാസ് നമ്പർ മുകളിലുമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ
അറ്റോമിക് നമ്പർ ഇവിടെയും മാസ് നമ്പർ ഇവിടെയുമാണ് എഴുതാറുള്ളത്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എക്സ് എ സെഡ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇത് മാറിപ്പോയത് കേട്ടോ മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡാറ്റ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ, വാട്ട് ഇസ് ഹൈഡ്രജൻ ബോണ്ട്? നെയിം ദ 2 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ. വളരെ സിമ്പിൾ ഉള്ള ചോദ്യമാണ്. എന്താ മക്കളെ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം, അത് എലമെന്റ് എന്ത് ചെയ്യുന്നു? വളരെയധികം ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള മറ്റ് ആറ്റംസ് മറ്റ് എലമെന്റ്സുമായിട്ട് ഉണ്ടാക്കുന്ന എന്താണ് മറ്റ് ആറ്റംസുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഏതായിരിക്കും മച്ച് അല്ലെങ്കിൽ നല്ല ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ഏതൊക്കെയാണ്? സിമ്പിളായി ഓർത്തിരിക്കുക. ഇലക്ട്രോനെഗറ്റീവിന്റെ ഓർഡർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഫോൺ കോൾ എന്താ? ഫോൺ കോൾ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ. ഫോൺ കോൾ നോക്കണ്ട, ഫോൺ കോൾ ഓർത്താൽ മതി. അതാണ് ഇലക്ട്രോനെഗറ്റീവ് ഓർഡർ. അപ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആരാ? ഫോൺ എന്ന് പറയുന്നത് എഫ് ആണ്, ഫ്ലൂറിൻ ആണ്, പിന്നെ ഓക്സിജൻ ആണ്, നൈട്രജനും ക്ലോറിനും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സോ ഇതാണ് എന്ത് ഇലക്ട്രോനെഗറ്റീവ് ഓർഡർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ട്രോനെഗറ്റീവ് ആറ്റങ്ങൾ മറ്റു ആറ്റംസുമായിട്ട്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എച്ച് ആരുണ്ട്? ഫ്ലൂറിൻ ഉണ്ട്. അപ്പോൾ ഈ എച്ച് എഫ് ആയിരിക്കും മറ്റൊരു ഫോർ എക്സാമ്പിൾ മറ്റൊരു എച്ച് എഫ് എന്ന് പറയാം. ഇപ്പൊ രണ്ട് എച്ച് എഫിന് ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഉണ്ടാവും. കാരണം എന്താ? ഈ എച്ച് എഫിനകത്തുള്ള ഫ്ലൂറിനും ഈ എച്ച് എഫിനകത്തുള്ള ഹൈഡ്രജൻ തമ്മിൽ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാം. ഹൈഡ്രജനും മറ്റുള്ള കോമ്പൗണ്ടിനകത്തുള്ള ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടാണ് എന്ത് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടെന്നായിരിക്കും, ഇവിടെ വേറെ വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾ ഹൈഡ്രജനും ഈ വാട്ടർ മോളിക്യൂൾ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതേപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ഡാറ്റയാണത്. ഈ ഹൈഡ്രജൻ ബോണ്ട് രണ്ട് തരത്തിലുണ്ട്. ഇന്റർമോളിക്കുലർ ഉണ്ട്, ഇൻട്രാമോളിക്കുലർ ഉണ്ട്. ഇന്റർമോളിക്കുലർ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ രണ്ട് ഡിഫറെന്റ് വാട്ടർ മോളിക്യൂൾ ഇടയിലാണ് നിങ്ങൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഇന്റർമോളിക്കുലർ ആണ്. ഇനി വാട്ടർ മോളിക്യൂൾ ഒരു വാട്ടർ മോളിക്യൂൾ ഇടയിൽ തന്നെയാണ് വിചാരിക്കുന്നത്, അത് ഇൻട്രാമോളിക്കുലർ. അപ്പോൾ മനസ്സിലാകുന്ന കാര്യം, ഒരു കോമ്പൗണ്ട് ഉള്ളിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നതെങ്കിൽ ഇത് ഇൻട്രാമോളിക്കുലറും, രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടിന്റെ ഇടയിലാണെങ്കിൽ ഇത് ഇന്റർമോളിക്കുലറുമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പാരാനൈട്രോഫിനോളിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഓർത്തോനൈട്രോഫിനോൾ എന്താണ്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെന്നുള്ള കാര്യങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാകും. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഏതാണ് സ്ട്രോങ്? പാരയാണ്, അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് മോർ സ്ട്രോങ്. അതുകൊണ്ട് അവന്റെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. റെഡി? നെക്സ്റ്റ് 10ാമത്തെ ചോദ്യമാണ്, ക്ലാസിഫൈ ദി ഫോളോവിങ് ഇൻടു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇന്റൻസീവ്. എന്താ മക്കളെ എക്സ്റ്റെൻസീവ് ഇന്റൻസീവ്? തെർമോഡൈനാമിക്സ് ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ് മക്കളെ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഇന്റൻസീവ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. എക്സ്റ്റെൻസീവ് ആണ് എന്താ? ഇസ് ഡിപെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റയാണിത്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരാറുണ്ട് മക്കളെ? നമ്മുടെ നോക്കിക്കേ, ഈ ഇന്റൻസീവ് പ്രോപ്പർട്ടിയിൽ വരുന്ന ആളാണ് ഈ ഡെൻസിറ്റി, അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ. അപ്പം നിങ്ങൾ ഈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി ഇന്റേണൽ എനർജി മാസം എന്താ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതെന്താ സാറേ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനം ഈ നമ്മുടെ വെള്ളം, നമ്മൾ ഒരു കിലോ വെള്ളം, 1 ലിറ്റർ വെള്ളം എടുക്കുന്നു, അല്ലെങ്കിൽ 500 ml വെള്ളം എടുക്കുന്നു. ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി മാറുന്നുണ്ടോ? ഇല്ല. ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെന്ത് ഈ പറഞ്ഞിരിക്കുന്ന സാധനം. അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഡെൻസിറ്റി എന്താണ് മക്കളെ? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെയർ, അല്ലെ, ഇതൊക്കെ എത്ര എമൗണ്ട് ആണെങ്കിലും എന്തല്ല മാറൂല, വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. പക്ഷെ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ മാസ്, ഇപ്പൊ നിങ്ങൾ നോക്കി, മാസ് 500 കിലോഗ്രാമുള്ള മാസ് ആണ് ഒരു മാസം വിചാരിക്കുക. ഒരു 500 ഇത്രൻ്റെ ആയിരിക്കും എമൗണ്ട്, ഇത്രയും എമൗണ്ട് സാധനം ഉണ്ട്, അതിന്റെ മാസം എന്ന് പറയുന്നത് 500 കിലോഗ്രാം എന്ന് വിചാരിക്കും. ഇത്രയും എമൗണ്ട് ഉണ്ട്, അതിന്റെ മാസം എന്താണ്? 1000 കിലോഗ്രാം. അപ്പോൾ മാസ് ഡിഫറൻറ്റ്, എമൗണ്ട് മാറുന്നതനുസരിച്ച് മാസ് മാറുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ എമൗണ്ട് മാറുമ്പോൾ ഇന്റേണൽ എനർജി മാറുന്നുണ്ട്. അപ്പം ദേ ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 11 എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആയിട്ടുള്ള, എപ്പോഴും എക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ സ്ഥിരമായി ചോദിക്കുന്ന കെമിക്കൽ എക്വിലിബ്രിയത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗമാണത് ലീ ഷാറ്റിൽ പ്രിൻസിപ്പിളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ലീ ഷാറ്റിൽ പ്രിൻസിപ്പിൾ. എത്ര മാർക്കിന് ചോദിച്ചത്? 1 മാർക്കിനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. 1 മാർക്കിന് ചോദ്യമായിരിക്കും സ്റ്റേറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കി വെച്ച് നിങ്ങൾ ഭാഷയിൽ സ്റ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചത് എന്ത് ചെയ്യാം? അത് സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മക്കളെ, നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഓവർ റേഷൻ ഈക്വൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റേഷൻ. നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യുന്നു മക്കളെ? ഇപ്പം ഒരു ഇക്വിലിബ്രിയത്തിൽ പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. കോൺസെൻട്രേഷൻ, അതേപോലെ പ്രഷർ, അതുപോലെ ടെമ്പറേച്ചർ,
അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും പ്രഷറിനും എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇക്വിലിബ്രിയത്തിന് എന്ത് ചെയ്യും? അത് എഫക്ട് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇതിപ്പോൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എന്ന് വിചാരിക്കും. അപ്പോൾ അതിന്റെ സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷനോ ടെമ്പറേച്ചറോ പ്രഷറിനോ മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വിലിബ്രിയത്തിനെ എഫക്ട് ചെയ്യും. അങ്ങനെ ഇക്വിലിബ്രിയത്തിനെ എഫക്ട് ചെയ്യുന്ന എന്തുണ്ടോ അതിനെ ആ സിസ്റ്റം എന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിന് ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ആ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ എന്ത് ചെയ്യും? അത് ഒപ്പോസ് ചെയ്യും. എന്തിനു വേണ്ടി ഒപ്പോസ് ചെയ്യുന്നത്? ആ ഇക്വിലിബ്രിയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്. സോ സിസ്റ്റം എപ്പോഴും ഇക്വിലിബ്രിയത്തെ തന്നെ തുടരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ലീ ഷാർട്ടിൽ പ്രിൻസിപ്പിൾ പറഞ്ഞത് കോൺസെൻട്രേഷനോ ടെമ്പറേച്ചറിനോ പ്രഷറിനോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മാറ്റത്തിനെതിരെ എന്ത് ചെയ്യും? സിസ്റ്റം വർക്ക് ചെയ്യും. എന്തിനു വേണ്ട? ഇക്വിലിബ്രിയം നിലനിർത്താൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രിൻസിപ്പിൾ വിളിക്കുന്ന പേരാണ് ലീ ഷാർട്ടിൽ പ്രിൻസിപ്പിൾ. ഇതാണ് സിംപിളി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾ വായിച്ചു നോക്കി എല്ലാവരും. ലീ ഷാർട്ടിൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് whenever there is a change in concentration, pressure, temperature of the system at equilibrium, the system will try to readjust in such a way that as to cancel the effect of that change. അപ്പോൾ ആ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന എഫക്റ്റുകൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ലീ ഷാർട്ടിൽ പ്രിൻസിപ്പിൾ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് പാർട്ടിലേക്ക് പോകാം. വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് പ്രഷർ ഓൺ ദ റിയാക്ഷൻ? മക്കൾ നിങ്ങൾ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രഷറിന് എപ്പോഴും എന്ത് ചെയ്യുക? ബന്ധമുണ്ടാവുക അല്ലെങ്കിൽ ഒരു എഫക്ട് ഉണ്ടാവുക. നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. നമ്പർ ഓഫ് മോൾസിന് ചേഞ്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് പ്രൊഡക്റ്റീവ് മൈനസ് നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് മോൾസ് പ്രൊഡക്റ്റ് എത്രയാണ്? 2 ആണ്. നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റന്റ് ആണ് 2 ആണ്. സോ ചേഞ്ച് എത്രയാണ് മക്കളെ? 2 - 2 ഈസ് ഈക്വൽ ടു 0 ആണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. therefore there is no effect of എന്താണ്? പ്രഷർ. പ്രഷർ എന്തില്ല മക്കളെ? ഇവിടെ എഫക്റ്റ് ഇല്ല. സോ പ്രഷർ എന്തില്ല മക്കളെ? പ്രഷറിന് ഇവിടെ എഫക്റ്റ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിന് ചേഞ്ച് ഇല്ല എങ്കിൽ അവിടെ എന്തില്ല? പ്രഷറിന് യാതൊരു തരത്തിലുള്ള എഫക്റ്റും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. റെഡിയല്ലേ? റെഡിയല്ലേ മക്കളെ? യെസ്. മക്കളെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Explain disproportion redox reaction with example. Identify the oxidation number of manganese in MnO2 and KMnO4. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. എവിടെ നിന്നുള്ളതാണ്? റിഡോക്സ് റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് മക്കളെ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എലമെന്റിന് തന്നെ ഓക്സിഡേഷൻ നടക്കുക, റിഡക്ഷൻ നടക്കുക. അതായത് ഒരു എലമെന്റിന് തന്നെ ഓക്സിഡേഷൻ നടക്കുക, റിഡക്ഷൻ നടക്കുക. എക്സാമ്പിൾ ഏതാ പറയാൻ പറ്റുക? എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് H2O2 അതേപോലെ തന്നെ H2O2 ഡീകമ്പോഷൻ റിയാക്ഷൻ. അപ്പം 2 H2O2 ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ വാട്ടറും ഉണ്ടാകും, അതേപോലെ തന്നെ ഓക്സിജനും ഉണ്ടാകും. ഓക്കെ, വാട്ടറും ഉണ്ടാകും, അതേപോലെ തന്നെ ഓക്സിജനും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, H2O2 ഓക്സിജൻ നമ്പർ എത്രയാ? -1 ആ. പക്ഷേ വാട്ടറിൽ എന്താ? അത് -2 ആ. ഓക്സിജൻ എന്താ? 0 ആ. സോ നിങ്ങൾ -1 എന്തായി? -2 എന്ന് പറയുമ്പോൾ റിഡക്ഷനാണ്. അതുപോലെ -1 0 എന്ന് പറയുമ്പോൾ എന്താ? ഓക്സിഡേഷനാണ്. സോ ഒരു എലിമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷൻ നടക്കുക. ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരേ സമയത്ത് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? റിഡോക്സ് റിയാക്ഷൻ ആണ്. ആ റിഡോക്സ് റിയാക്ഷൻ എന്താണ്? ഒരേ എലിമെന്റ് ആയതുകൊണ്ട് തന്നെ അതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ ഡിസ്പ്രൊപ്പോർഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. മനസ്സിലായോ? യെസ്. ഇനി ഇതിന് ഓക്സിജൻ നമ്പർ കണ്ടുപിടിക്കണം. MnO2 നമ്മൾ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജന് -4 ആയതുകൊണ്ട് തന്നെ ഇയാൾ എന്തായിരിക്കും? +4 ആണ്. KMnO4 നമ്മൾ എന്ത് ചെയ്യാം? എക്സിന് കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മാംഗനീസിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഓക്സിജന് -2 ആണ്. അപ്പോൾ 4 ഓക്സിജൻ -8, പൊട്ടാഷ്യത്തിന് +1. സോ ഇയാൾ എന്തായിരിക്കും? +7 ആയിരിക്കും അല്ലേ? +7 ആയിരിക്കും. ഇത് അറിയുന്നു വിചാരിക്കും. ഇവിടെ സിമ്പിൾ ആണ് അല്ലേ? 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ചോദ്യത്തിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ ഗീവ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട്സ്. സിമ്പിൾ, വളരെ സിമ്പിൾ. ഞാൻ ക്ലാസ് എടുത്ത മക്കൾക്ക് അറിയാം, ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുത്ത മക്കൾക്ക് അറിയാം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. നീ കേൾക്കാത്ത ഓൺലൈനിലുള്ള ആൾക്കാരോട് പറയുകയാണ്. വളരെ സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിക്കൽ നെയിമിംഗ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? നോക്കിക്കേ, നോക്കിക്കേ, നല്ല ചോദ്യമാണിത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എവിടെ നിന്ന് നെയിം ചെയ്യണം? നമ്മൾ ഇവിടെ നിന്ന് നെയിം ചെയ്യണം. 1 2 3 ഇങ്ങനെ ചെയ്യുന്നതാണോ ശരി? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണോ ശരി? ആദ്യം ചെയ്താണോ രണ്ടാമത് ചെയ്താണോ? ഏതാണ്? യെസ്, രണ്ടാമത്. ഇതാണ് കറക്റ്റ്. കാരണം എന്താ? നമ്മളിവിടെ 2 ബ്രാഞ്ചിങ് ഉണ്ട് അല്ലേ? നോക്കിയതാ, 2 ബ്രാഞ്ചിങ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് വേണം നെയിം ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് വേണം നെയിം ചെയ്യാൻ. ഇവിടെ നിന്ന് വേണം നെയിം ചെയ്യാൻ. 1 2 3 1 2 3 നെയിം ചെയ്തു. അപ്പം 3 ഇതയിലാണ്. ഇതെന്താ? ഇത് ഇതയിലാണല്ലേ? ഇതയിൽ ബ്രാഞ്ചാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? പേരിടുക 3 ഇതായിൽ. എവിടെ ബ്രാഞ്ചിലത്? 1ൽ 2 ബ്രാഞ്ച് ഉണ്ട്. സോ 1 1 1 1 ഡൈമിഥൈൽ. ഈ മൊത്തം ചെയിൻ വിളിക്കുന്ന പേരെന്താ? സൈക്ലോ ഹെക്സൈൻ. 6 കാർബൺ ആറ്റംസ് ആണ്. സോ സൈക്ലോ ഹെക്സൈൻ എന്ന് വിളിക്കും. സൈക്ലോ ഹെക്സൈൻ. ഓക്കെ അല്ലേ? ഇതാണ് ഇതിന്റെ നെയിമിങ്. ഇനി നോക്കിയും ഇത്
രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, രണ്ടും എന്ത് തന്നെയാ, രണ്ട് കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് തന്നെയാണ്. സോ ഇവിടെ പ്രയോറിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ആൽഡിഹൈഡും കീറ്റോൺസും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കാ പ്രയോറിറ്റി? ആൽഡിഹൈഡും കീറ്റോൺസും അതേപോലെ തന്നെ ആൽക്കഹോളും കാർബോക്സിക് ആസിഡും ഒക്കെ വിചാരിക്കുക, ആർക്കാ പ്രയോറിറ്റി കൂടുതൽ? കാർബോക്സിക് ആസിഡിന്. പിന്നെ ആർക്കാ? പിന്നെ ആൽഡിഹൈഡിന്. പിന്നെ ആർക്കാ? കീറ്റോൺസിന്. പിന്നെ ആർക്കാ? ആൽക്കഹോൾസിന്. ഇങ്ങനെയാണ് അതിന്റെ പ്രയോറിറ്റി ഒക്കെ വരുന്നത്. ഇവിടെ സിമിലർ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ നോക്കേണ്ട, പ്രയോറിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ നെയിം ചെയ്താൽ മതി. സോ 1 2 3 4 5 രണ്ടിലും നാലിലും എന്തുണ്ട്? ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഏതാ? കീറ്റോ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്. സോ നമ്മൾ ഇങ്ങനെ പേരിടും. 5 കാർബൺ ആയതുകൊണ്ട് പെന്റ് അല്ലെ, പെന്റെയിൻ 2 4 രണ്ടിലും നാലും ഉള്ളത് എന്താണ്? 2 4 ഡൈഓൺ. അപ്പം പെന്റെയിൻ 2 4 ഡയോൺ, പെന്റെയിൻ 2 4 ഡയോൺ എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ ഇതിന്റെ പേരിടാറുള്ളത്. റെഡി അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്താണത്? ഐഡന്റിഫൈ ദ അരോമാറ്റിക് കോമ്പൗണ്ട് അമംഗ് ദ ഫോളോവിങ്. ഇങ്ങനെ വലിയൊരു സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങ് പേടിക്കും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബിക്കോസ് എന്താ, ഇത് കൃത്യമായിട്ട് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് NCERT-യിലെ ഹൈഡ്രോ കാർബൺസ് എന്ന ഭാഗത്ത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്താ മക്കളെ, എങ്ങനെ നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കാം? അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന സാധനം, അരോമാറ്റിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ മക്കളെ? അരോമാറ്റിസിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻഡ് ബൈ എന്താണ്? ബൈ ഹക്കൽസ് റൂൾ ആണ്. എന്താണ്? ഹക്കൽസ് റൂൾ. ഹക്കൽ റൂൾ ആണ് അല്ലെ, ഹക്കൽ റൂൾ. അപ്പൊ ഹക്കൽ റൂൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരോമാറ്റിക് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന 4 പോയിന്റുകളുണ്ട്, 4 റൂൾസ് അല്ലെങ്കിൽ 4 പോയിന്റ്. ഈ 4 പോയിന്റുകൾ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ അത് ഹക്കൽ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്, ആ കോമ്പൗണ്ട് അരോമാറ്റിക് ആണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 4 പോയിന്റ് എന്തൊക്കെയാണ്? ഒന്ന്, അത് സൈക്ലിക് ആയിരിക്കണം. ആ ഒരു സ്ട്രക്ചർ, തന്നിരിക്കുന്ന സ്ട്രക്ചർ എന്തായിരിക്കണം? സൈക്ലിക് ആയിരിക്കണം. എന്ന് വെച്ചാൽ അത് സൈക്ലിക് കോമ്പൗണ്ടുകളായിരിക്കണം. അല്ലാതെ എന്ത് പറ്റില്ല? ലീനിയർ കോമ്പൗണ്ട് ഒന്നും പറ്റില്ല. സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 പോയിന്റുകളും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താവുള്ളൂ, അത് അരോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഈ പോയിന്റ് എന്തായിരിക്കും? രണ്ടാമത്തെ പോയിന്റ് ആണ് മക്കൾ എന്ത്? അത് പ്ലനാർ ആയിരിക്കണം. വിച്ച് മീൻസ് അത് പ്ലെയിനിലായിരിക്കണം അല്ലെങ്കിൽ പ്ലനാർ ആയിരിക്കണം എന്നുള്ള കാര്യമാണ്. അത് പ്ലനാർ സ്ട്രക്ചർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത്, നമുക്ക് അതൊരു അരോമാറ്റിസിറ്റിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണ് മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും മക്കളെ? മൂന്നാമത്തെ പോയിന്റ് ആണ് കോഞ്ചുഗേറ്റ് സിസ്റ്റം വേണം. എന്താണ് നമ്മൾ കോഞ്ചുഗേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അൾട്ടർനേറ്റീവ് ആയിട്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോൺസ് ഉണ്ടാവുക, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ, ഇങ്ങനെ കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ, സിംഗിൾ ബോണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് എന്ത് വേണം? ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു കോൺജുഗേറ്റ് സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതും സാറ്റിസ്ഫൈ ആയി. ഇനി ഒരു പോയിന്റ് കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ അതെന്താവുള്ളൂ? അരോമാറ്റിക് കോമ്പൗണ്ട് ആകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 4ാമത്തെ പോയിന്റ് എന്താ നിങ്ങൾ പറയാൻ പറ്റുമോ? യെസ്. എന്താണ് മക്കൾ 4ാമത്തെ പോയിന്റ്? 4n+2 പൈ ഇലക്ട്രോൺസ് വേണം. എന്താണ്? 4n+2 പൈ ഇലക്ട്രോൺസ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനകത്ത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് അരോമാറ്റിക് ആണെന്ന് കൂടി നമുക്ക് പറയാം. ഈ 4 കാര്യങ്ങളും ഒബേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് അരോമാറ്റിക്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ n എന്താ മക്കളെ? n ഈസ് ഈക്വൽ ടു 1 2 3 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ n എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? 1 ആവാം, 2 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ. അപ്പൊ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണ്? അരോമാറ്റിക് കോമ്പൗണ്ട്. അങ്ങനെ NCERT-ന്റെ അകത്ത് ഒരുപാട് അരോമാറ്റിക് കോമ്പൗണ്ടുകൾ പറയുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബെൻസീൻ എന്ന് പറയുന്ന ആളാണെന്ത്? ബെൻസീൻ എങ്ങനെ മക്കളെ? ഇതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ബെൻസീൻ അല്ലെ, നോക്കിക്കേ, ഇത് സൈക്ലിക് ആണല്ലോ, സൈക്കിൾ പോലെ ആണ്. ഇത് പ്ലെയിനിലല്ലേ, പ്ലെനാർ ആണ്. അപ്പൊ 2 പോയിന്റ് സാറ്റിസ്ഫൈ. കോഞ്ചുഗേറ്റ് സിസ്റ്റം ഉണ്ട്. കാരണം എന്താ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് അല്ലെ, കൃത്യമായിട്ടുണ്ട്. ഇന്ന് നോക്കിയാൽ 4n+2 പൈ ഇലക്ട്രോൺ. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ ഇവിടെ എത്ര പൈ ഇലക്ട്രോൺ? പൈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഡബിൾ ബോണ്ട് ആയില്ല, പൈ ഇലക്ട്രോൺസ് അല്ലെ. അത് എത്ര ഉണ്ട് ഇവിടെ? നിങ്ങൾക്ക് എല്ലാവർക്കും പൈ ഇലക്ട്രോൺസ് എത്ര ഉണ്ട് മക്കളെ? ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ്. ഒരു ഡബിൾ ബോണ്ടിനകത്ത് 2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ n എത്ര ആയിരിക്കും? ഇവിടെ n വിൽ ബി എന്തായിരിക്കും മക്കളെ? n വിൽ ബി 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് 4 into 1 + 2 6 ഇലക്ട്രോൺസ്. അപ്പൊ ബെൻസീനകത്ത് എത്ര n എത്ര ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് 1 ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ബെൻസീൻ എന്താണ്? ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പൊ പക്ഷേ ഇതെന്നല്ല ചോദിക്കുക എന്തായിരിക്കും? ഇതുപോലെ സ്ട്രക്ചർ തന്നിട്ട് ഇത് അരോമാറ്റിക് ആണോ അല്ലേ എന്നാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് പ്രധാനമായിട്ട് എക്സാം സ്ഥിരം ചോദിക്കുന്ന 2 തരത്തിലുള്ള അരോമാറ്റിക് കോമ്പൗണ്ടുകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ കാണുന്ന C ഓപ്ഷനുള്ള ആള്. തന്നിരിക്കെ ഈ ചെങ്ങായി അരോമാറ്റിക് കോമ്പൗണ്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു ചെങ്ങായി സിയും ഡിയും. ഇയാളെ പേരെന്തായിരിക്കും? സിയുടെ പേരെന്താ? സിയുടെ പേര് നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം. സൈക്ലോ പെൻഡ ഡൈനൈൽ ആനയോൺ. ഇതിങ്ങനെ പേരിട്ട മക്കളെ സിമ്പിൾ ആണ്. ഇത് സൈക്ലിക് സ്ട്രക്ചർ അല്ലേ? ആണ്. അപ്പൊ സൈക്ലോ എന്ന് വിളിക്കാം. ഇനി എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺസ്. എന്താണ്? അത് പെൻഡയാണ്. ഇനി എത്ര ഡബിൾ ബോണ്ടുകൾ ഉണ്ട്? 2 ഡബിൾ ബോണ്ട്. സോ ഡൈനൈലാണ്. ഇനി ഇവിടെ എന്താ? ആനയോൺ അല്ലേ? ആനയോൺ ആണ്, നെഗറ്റീവ് ചാർജ്. സോ ഇതിന്റെ പേരെന്താ? സൈക്ലോ പെൻഡ ഡൈനൈൽ ആനയോൺ. ഓക്കെ. ഇനി ചങ്ങ എങ്ങനെയാണ് അരോമാറ്റിക് ആയത്?
ഇവൻ സൈക്ലിക് ആണ്, പ്ലെനാർ ആണ്, കോഞ്ചുഗേറ്റഡ് ആണ്. എന്താ കോഞ്ചുഗേറ്റഡ് എങ്ങനെ മനസ്സിലായി? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് ലോൺ പെയർ ഇലക്ട്രോണിന്റെ തുല്യമായിട്ട് വരും. അപ്പം ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, നെഗറ്റീവ് ചാർജ് അല്ലെ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ. അപ്പൊ എന്താ കോഞ്ചുഗേറ്റഡ് ആണ്. അപ്പൊ കോഞ്ചുഗേറ്റ് സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4n+2 റൂൾ ഒബേ ചെയ്ത് നോക്കണം. ഈ 4n+2 റൂളിൽ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കും കാര്യം, ഇവിടെ ഈ നെഗറ്റീവ് ചാർജ് നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? പൈ ഇലക്ട്രോൺസ് ആയിട്ട് കണക്കാക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഇത് 2 ഇലക്ട്രോൺസ് ആയിട്ട് കൂട്ടണം. 2, 4, 6 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. സോ ഇവിടെ എന്തായിരിക്കും മക്കളെ? ഇവിടെ 1 തന്നെയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കാം. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ചങ്ങായി നോക്കിക്കേ, ഈ ഒരു ചങ്ങായിനെ ഇത് സെയിം സാധനമാണ്, ഇതേ സാധനം തന്നെയാണ്. പക്ഷെ ഇവിടെ പോസിറ്റീവ് ചാർജ്. അതിന്റെ അർത്ഥം എന്താ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പിന്നെ പോയി എന്താ? പോസിറ്റീവ് ചാർജാണ്. അപ്പൊ അത് പറ്റില്ല. പിന്നെ മാത്രമല്ല 4n+2 റൂൾ നോക്കുമ്പോൾ എത്ര അവിടെ വരിക? മൊത്തം ഇലക്ട്രോൺസ് 2, 4 ഇലക്ട്രോൺസേ ഉള്ളൂ. 6 ഇലക്ട്രോൺസ് എങ്കിലും ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് അത് എന്താവുള്ളൂ? അരോമാറ്റിക് ആകുള്ളൂ. അപ്പൊ അതെന്തല്ല? അരോമാറ്റിക് അല്ല. ഇതെന്താ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഇതെന്തല്ല? കോൺജുഗേറ്റഡ് അല്ല. സോ ദേ ആർ നോട്ട് അരോമാറ്റിക്. അപ്പൊ ഇയാൾ എന്താ? അരോമാറ്റിക് ആണ്. ഇനി ഡി ഓപ്ഷൻ നോക്ക്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പിന്നെ അവിടെ എന്താ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് അല്ലേ? ഇനി ഇവിടെ പ്ലസ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ? അത് പ്ലസ് ചാർജ് ആയാലും മതി. പ്ലസ് ചാർജ് ആണെങ്കിലും എന്താണ്? അതൊരു കോൺജുഗേറ്റ് സിസ്റ്റം ആണ്. പിന്നെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. അപ്പൊ ഇത് കോൺജുഗേറ്റഡ് ആണ് എന്ന് മനസ്സിലായി. ഇനി എന്ത് നോക്കണം? അത് അരോമാറ്റിക് ആവാനുള്ള 4ാമത്തെ റൂൾ എന്ന് വെച്ചാൽ 4n+2 റൂൾ ഉണ്ടോ നോക്കണം. 4n+2 റൂൾ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്നിന്റെ വാല്യൂ എത്ര നോക്കണം. എന്നിന്റെ വാല്യൂ 2, 4, 6. ഈ പ്ലസ് ചാർജ് എന്തില്ല? 2 ഇലക്ട്രോൺസ് കൂട്ടാൻ. മൈനസ് ചാർജ് നമ്മൾ 2 ഇലക്ട്രോൺസ് കൂട്ടാം. സോ എന്തായിരിക്കും മക്കളെ? ഇവിടെ n ഓൾസോ എന്താണ്? 1 തന്നെയാണ്. സോ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? 6 പൈ ഇലക്ട്രോൺസുകൾ ഉണ്ടാകും. സോ ഞാൻ മനസ്സിലാക്കുന്നത് സിയും ഡി എന്താണ്? ഇവിടെ അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് കാര്യമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഇയാളുടെ പേരെന്താ? ചോദിച്ചാൽ നിങ്ങൾ പറയണം സൈക്ലോ ഹെപ്റ്റ. എത്രയാണ്? 1, 2, 3, 4, 5, 6, 7 കാർബൺ. സോ സൈക്ലോ ഹെപ്റ്റ എത്ര ഡബിൾ ബോണ്ടുകൾ ഉണ്ട്? 3 ഡബിൾ ബോണ്ട്. സോ ട്രൈ ഈനൈൽ ആനിയോൺ ആണോ കാറ്റിയോൺ ആണോ? കാറ്റിയോൺ ആണ്. സോ കാറ്റിയോൺ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ സൈക്ലോ ഹെപ്റ്റ ട്രൈനൽ കാറ്റിയോണും അതേപോലെ സൈക്ലോ പെന്റ ഡൈനൽ ആനിയോണും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദ്യപേപ്പറിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കണം ദേ ആർ അരോമാറ്റിക് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത ചോദ്യം മക്കളെ, ഡ്രോ ദ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർ ദ കൺഫർമേഷൻ ഓഫ് ഇഥൈൻ ആൻഡ് നെയിം ദം. മക്കളെ സ്ഥിരമായിട്ട് ഹൈഡ്രോ കാർബൺസ് ചോദിക്കുന്ന ഒരു കാര്യമാണത് ന്യൂമാൻസ് പ്രൊജക്ഷൻ വരയ്ക്കാൻ. ഏതൊക്കെ ന്യൂമാൻസ് നിങ്ങൾക്ക് അറിയാം? ഇഥൈൻ ആണ് എപ്പോഴും ന്യൂമാൻസ് ചോദിക്കാറുള്ളത്. എക്ലിപ്സും സ്റ്റാഗേർഡുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ എക്ലിപ്സ് വരയ്ക്കാം മക്കളെ? എക്ലിപ്സ് ആണെങ്കിൽ ഈ ഇഥൈൻ എന്ന് പറയുമ്പോൾ CH3 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാർബൺ ഉണ്ട്, ഇതൊരു കാർബൺ ആറ്റമാണ്. കാർബൺ ആറ്റം. ഇനി ഫ്രണ്ട് കാർബൺ, ഈ കാർബൺ 3 ഹൈഡ്രജൻ അല്ലേ? ഇത് പിറകിലെ കാർബൺ ആണ്. ആ പിറകിലെ കാർബൺ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാകും. അത് ഓൾമോസ്റ്റ് അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. അതിനാണ് എക്ലിപ്സ്ഡ് എന്ന് പറയാറുള്ളത്. ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് എക്ലിപ്സ്ഡ് ഫോം. സ്റ്റാഗേർഡ് ആണെങ്കിലും മക്കളെ ഫ്രണ്ട് കാർബൺ ഇതുപോലെ 3 ഹൈഡ്രജൻ ഉണ്ടാകും. ഹൈഡ്രജൻ. ബാക്ക് കാർബൺ. അവിടെ എങ്ങനെ ഹൈഡ്രജൻ ഉണ്ടാവുക? ആ ഹൈഡ്രജൻ ഇവിടെ അടുത്തലുണ്ടാവുക, കുറച്ച് വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക, ഒരു ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഈ രണ്ടാമത്തിന്റെ ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടാകും, ഇയാളുടെ ഇവിടെ ഉണ്ടാകും. ഇതെന്താ മക്കളെ? സ്റ്റാഗേർഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ഇഥൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിൽ പോകും. ക്വസ്റ്റ്യൻ നമ്പർ 16. നിങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? എല്ലാം റെഡി അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ 16 എന്താ പറയുന്നത്? Glucose is the molecular formula. Okay, C6H12O6 is the molecular formula of glucose, and CH2 is the empirical formula for formula. Give the relation between the molecular formula and empirical formula. വളരെ സിമ്പിൾ ആണ്. ഇത് എവിടെ നിന്ന് വരുന്ന ചോദ്യമാണ്? മോളിക്കുലർ നമ്മുടെ മോൾ കോൺസെപ്റ്റ് എന്ന ചോദ്യമാണിത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്നാണ്. അപ്പം എന്താണ് N എന്ന് പറഞ്ഞാൽ? അതൊരു ചോദ്യമാണല്ലേ. എന്താ എങ്ങനെ എന്നെ നമ്മൾ കണ്ടുപിടിക്കാം? എന്നെ കണ്ടുപിടിക്കണം വളരെ സിമ്പിൾ ആണ്. എന്നെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാം N എന്ന് പറയുമ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ്, നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ എന്നെ ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. ആക്ച്വലി വരുന്നത് എന്തായിരിക്കും? നമുക്കറിയാം N 6 ആയിരിക്കും. കാരണം അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞുതരാം. ഇവിടെ CH2 ആണെന്ത്? അതിന്റെ എംപിരിക്കൽ ഫോർമുല. സോ ഈ CH2 നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CH2O ചെയ്ത് നമുക്ക് കിട്ടും മോളിക്കുലർ ഫോർമുല ആയിട്ടുള്ള C6H12O6 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ 36 gram ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, നല്ല ചോദ്യമാണ്. കാരണം നമ്പർ ഓഫ് ഗ്ലൂക്കോസ്, ഇപ്പോൾ 36 gram ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വെയിറ്റ്. അപ്പോൾ നമ്മുടെ ഇത് കാണിച്ചു തരാം മക്കളെ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വെയിറ്റ് എത്ര? 36 ആണ്.
ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഒരു മോളിന്റെ മാസാണ് മോളാർ മാസ്. ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് ആണ് എന്ത് 180 എന്ന് പറയുന്നത്, 180. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.2 മോൾ എന്ന് കിട്ടും. 0.2 മോൾ. 0.2 മോൾ. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചാൽ നോക്കിക്കേ. യെസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾ ഇസ് ഈക്വൽ ടു മക്കളെ, മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. n എത്രയാ? 0.2 ആണ്. അവഗാഡ്രോ നമ്പർ എത്രയാ? 6.022 ഇൻറ്റു 10⁻23. ചെയ്ത ഏകദേശം 6 ഇൻറ്റു 2 12 ആണ്. സോ ഓൾമോസ്റ്റ് ആൻസർ വരുന്നത് എത്രയ്ക്ക് മക്കളെ? ഓൾമോസ്റ്റ് ആൻസർ ഐ തിങ്ക് എത്ര വരിക? എത്ര വരും? ഓൾമോസ്റ്റ് ചെയ്ത് നോക്കാം. 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 12. സോ 1.2 ഇൻറ്റു 10⁻24 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ആൻസർ വരുന്നുണ്ടാവാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഓൾമോസ്റ്റ് ആ റേഞ്ചിലാണ് ആൻസർ. കറക്റ്റ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും. റെഡി? ഓക്കെ അല്ലേ? യെസ്. ഇനി ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാലും മതിയാവും. ഇനി കാൽക്കുലേറ്റ് ദി molarity of solution made by dissolving 36 grams of glucose in 1 liter of water. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യം, what is molarity? Capital M റെപ്രസെന്റ് ചെയ്യുന്ന molarity. Molarity എന്ന് പറയുന്നത് number of moles of solute divided by volume of solution in liter. ml ആണെങ്കിൽ 1000 മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് മക്കളെ? നമ്പർ ഓഫ് മോൾസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 0.2 ആണ്. ലിറ്റർ എത്രയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1 ലിറ്റർ ഈസ് അല്ലേ? യെസ്. 36 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ 0.2 മോൾ നമ്മളോട് കണ്ടുപിടിച്ചു. 1 ലിറ്ററിലാണ്. സോ 1 എന്ന് വെച്ചാൽ അതിനർത്ഥം 0.2 മോളാർ എന്നാണ്. 0.2 മോളാർ. സിമ്പിൾ ചോദ്യമല്ലേ? സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ മക്കളെ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിൽ കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്റ്റേറ്റ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സ്ട്രക്ചർ ഓഫ് ആരുടെ ചോദ്യമാണ് അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും സ്റ്റേറ്റ് ചെയ്യാൻ. എന്താ സംഭവം? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലേ? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോണിനെ സിംപ്ലി പറയുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ മൊമെന്റവും അതിന്റെ പൊസിഷനും, മൊമെന്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ വെലോസിറ്റിയും അതിന്റെ പൊസിഷനും ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോണിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിചാരിക്കും. അപ്പോൾ ഒരു സമയത്ത് ആ ഇലക്ട്രോൺ എവിടെയാണെന്നുള്ളതോ അതിന്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതോ അതിന്റെ വെലോസിറ്റി എത്രയാണെന്നുള്ളതോ അല്ലെങ്കിൽ അതിന്റെ മൊമെന്റ് എത്രയാണെന്നുള്ളതോ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 4:45 ആയിട്ടുണ്ട്. അപ്പൊ 4:45 4:45 ഇപ്പൊ ഇലക്ട്രോണിന് കറങ്ങുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ, ആ ഇലക്ട്രോൺ എവിടെയാണെന്നുള്ളത് നോക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഇലക്ട്രോണിന്റെ മൊമെന്റം അല്ലെങ്കിൽ വെലോസിറ്റി എത്രയെന്ന് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വെലോസിറ്റി. രണ്ടും കൂടി ഒരു ടൈമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? രണ്ടും കൂടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? ഹൈസൻബർഗ് പറയുന്നത്. അതാണ് ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ് എന്താ ഒരേ സമയത്തിൽ ദ എക്സാക്ട് പൊസിഷൻ, കൃത്യമായുള്ള പൊസിഷൻ, ആൻഡ് എക്സാക്ട് മൊമെന്റ്, കൃത്യമായുള്ള മൊമെന്റ് ഉദ്ദേശിച്ച വെലോസിറ്റി ആണ്. ഓക്കെ, ഓഫ് എൻ ഇലക്ട്രോൺ. ഇതാണ് ഹൈസൻബർഗിന് അൺസർട്ടൻ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതെന്താ മക്കളെ? മാത്തമെറ്റിക്കൽ ഫോം എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന അൺസർട്ടൻ പൊസിഷൻ, എന്താ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ അൺസർട്ടൻ മൊമെന്റം, ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. എച്ച് എന്താ മക്കളെ? എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എച്ച് അത് കോൺസ്റ്റന്റ് ആണല്ലേ? യെസ്, കോൺസ്റ്റന്റ് എല്ലാവർക്കും അറിയാം. കോൺസ്റ്റന്റ് അല്ലേ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പറയാറുണ്ട് അല്ലേ? 6.626 × 10⁻34 എന്നൊക്കെ പറയാറുണ്ട്. എനിവേ അതോടെ നിൽക്കട്ടെ. അപ്പൊ ഡെൽറ്റ എക്സും ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ആണെന്ന് നമ്മൾ ഈ പറയുന്ന ഹൈസൻബർഗിന്റെ അൺസർട്ടൻ പ്രിൻസിപ്പിളിന്റെ മാത്തമെറ്റിക്കൽ ഫോം. എക്സാം ചോദിക്കാറുണ്ട്, ഇതിന്റെ മാത്തമെറ്റിക്കൽ ഫോം റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാധനം എഴുതി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റി എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താ? അൺസർട്ടൻ പൊസിഷൻ ആണോ? അല്ല, അൺസർട്ടൻ മൊമെന്റം. മൊമെന്റം എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? മൊമെന്റം പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാ. സോ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാവുന്ന പറയുമ്പോൾ അർത്ഥം എന്താ? അൺസർട്ടൻ ഉണ്ടാവുന്നതിന്റെ അർത്ഥം മാസിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ആർക്കൊക്കെ അൺസർട്ടൻ ഉണ്ടാവുക? വെലോസിറ്റിക്ക് ആയിരിക്കും ഉണ്ടാവുക. വിച്ച് മീൻസ് അൺസർട്ടൻ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു അൺസർട്ടൻ വെലോസിറ്റി നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് ഇതിനെ വീണ്ടും മാറ്റി എഴുതാം. ഡെൽറ്റ എക്സ് ഇൻറ്റു മാസ് ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന് പറയാം. ഈ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രേറ്റർ ദാന് പകരം ഉണ്ടാകാൻ നമുക്ക് ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി. സോ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ ദെയർഫോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. അൺസർട്ടൻ എക്സ്, അൺസർട്ടൻ വെലോസിറ്റി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അൺസർട്ടൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു h/4πm ഇൻറ്റു അൺസർട്ടൻ പൊസിഷൻ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. എച്ചിന്റെ വാല്യൂ എത്ര മക്കളെ? എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.626 ഇൻറ്റു 10⁻34 ആണ് മക്കളെ. യെസ്, ഡിവൈഡ് ബൈ 4 ഇൻറ്റു പൈന്റെ വാല്യൂ എത്ര? 3.14 ആണ്. മാസ് എത്രയാ? മാസ് 0.25 ഗ്രാം. അവിടെ പാർട്ടിക്കിളാണ്, ഇലക്ട്രോൺ ആവാം, ഏതെങ്കിലും പാർട്ടിക്കിൾ ആവാം. സോ അവിടെ പാർട്ടിക്കിൾ കൊടുത്ത് മൂവിംഗ് പാർട്ടിക്കിൾ ആയാൽ മതി. മൂവിംഗ് പാർട്ടിക്കിൾ എന്താണ്? 0.25 ഗ്രാം ഗ്രാം എന്ന് പറയുന്നത്. ഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? SI യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ 10⁻³
3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നാനോമീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നോക്കിക്കേ, നാനോമീറ്ററിലല്ല നോക്കിക്കേ, യെസ്, അത് നമ്മൾ എന്തെങ്കിലും മീറ്ററിലേക്ക് മാറ്റണം. സോ 3.3 × 10⁻⁻9 എന്ന് കിട്ടും. ഇനി നമുക്ക് സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടാവും എക്സാമിനേഷൻ ഹാളിൽ, എങ്കിലും നമുക്ക് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പവേഴ്സ് നോക്കാം. പവേഴ്സ് ഒരു മിനിറ്റ്, പവർ നോക്കുകയാണെങ്കിൽ 10⁻34 ഉണ്ട്, 10⁻3 ഉണ്ട്, 10⁻9 ഉണ്ട്. ഡിനോമിനേറ്ററിലെ പവർ കൂട്ടി കഴിഞ്ഞാൽ 10⁻12 ആവും. ഈ 10⁻12 മുകളിലേക്ക് പോയാൽ 10⁻12 ആവും, പോസിറ്റീവ് ആവും അല്ലെ. അപ്പോൾ 10⁻+12 10⁻34 എത്രയാ, 10⁻+12 - 34 എന്ന് പറയുമ്പോൾ 10⁻22 ആവും. റെഡി അല്ലേ? അതവിടെ കേട്ടെ. ഇനി മൾട്ടിപ്ലൈ വിത്ത് നോക്കിയേ, നോക്കണം എല്ലാവരും നോക്കിയേ. ഇവിടെ 4 ഉണ്ട്, 0.25 ഉണ്ട്. 4 × 0.25 എന്ന് പറഞ്ഞാൽ 0.25 1/4 ആണ്. ഇവിടെ 1/4 ആണ്. ഈ 1/4 4 കട്ട് ചെയ്യും, അപ്പം 1 എന്ന് കിട്ടും. ഇനി ഇവിടെ 3.14 ഉണ്ട്, 3.3 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സിംപ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് 3.14 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾമോസ്റ്റ് 6.62 കട്ട് ചെയ്ത് നമുക്ക് 2 എന്ന് കിട്ടും. ഇനി ഇപ്പം നമുക്ക് 2 × 3.3 × 10⁻22 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ 20 ആക്കാം. 20 ആക്കുമ്പോൾ 10⁻23 ആകും. ഓക്കെ, ഞാൻ 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് 10 കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ 20 × 10⁻23 3.3 20 / 3.3 ഓൾമോസ്റ്റ് എന്താണ് 6 സംതിങ് അതിന് മേലെ ഉണ്ടാവും, 6.2 ഒക്കെ വരും, 6.2 സംതിങ് ഇൻറ്റു 10⁻23 അത്രയും മീറ്റർ/സെക്കൻഡ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ ഇൻ വെലോസിറ്റി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എൻട്രൻസിലൊക്കെ ചോദിക്കുമ്പോൾ നീറ്റ് എക്സാമിനൊക്കെ ഇതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്താൽ മതി. ബോർഡ് എക്സാമിനാണ് നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് ആൻസർ കിട്ടും. അതല്ല നമുക്ക് നമ്മുടെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്ത് എളുപ്പം തന്നെ 1 മിനിറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം മക്കളെ, അക്കൗണ്ട് ഫോർ ദ ഫോളോവിങ്. 18ാം ചോദ്യം, അക്കൗണ്ട് ഫോർ ദ ഫോളോവിങ്. എല്ലാവരും ഉഷാറായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും ഉഷാറായിരുന്നു. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് അയണേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൈട്രജൻ പറഞ്ഞ അറ്റോമിക് നമ്പർ എത്രയാ, ഇങ്ങനെ നമ്മൾ പറയണം 1s2 2s2 2p3. ഇതാണ് നൈട്രജൻ അറ്റോമിക് നമ്പർ. ഓക്സിജൻ ആണെങ്കിലോ 1s2 2s2 2p4 അല്ലെ. ഇവിടെ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഈ പിന്നെ പി സബ്ഷെല്ല് അല്ലെ, പി സബ്ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും, പിക്ക് മാക്സിമം എത്ര വരെ കൊള്ളാം, 6 ഇലക്ട്രോൺസ് വെക്കാൻ പറ്റും. ഓരോന്നിനും 2 ഇലക്ട്രോൺ വെച്ച് 3 ഓർബിറ്റൽ ഉണ്ട് അല്ലെ. പി എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ അല്ലെ, 2 4 6 അല്ലെ. അതിൽ ഓരോന്നിനും ഹാഫിൽ ഡൈ വെച്ച് കഴിഞ്ഞാൽ ഹാഫിൽ സ്റ്റെബിലിറ്റി കിട്ടും. എന്ന് വെച്ചാൽ P3 എന്ന് പറയുന്നത് ഹാഫിൽ സ്റ്റെബിലിറ്റിയാണ്, P4 സ്റ്റെബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഹാഫിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കാണ് നൈട്രജൻ. അതുകൊണ്ട് തന്നെ അയാളുടെ ഫസ്റ്റ് അയണേഷൻ എന്തായാലും എന്തായിരിക്കും, ആദ്യത്തെ ഇലക്ട്രോൺ ഇവിടെ ചാടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര പണിയാണ്. നേരെ മറിച്ച് എങ്ങനെയാണെന്ന് വിചാരിക്കും നിങ്ങൾ, ഈ ഇലക്ട്രോൺ ഇവിടെ ചാടിക്കാൻ വലിയ പ്രശ്നമില്ല. കാരണം എന്താ, അത് ഹാഫിലിറ്റ് അല്ല. ഹാഫിലിറ്റ് ആയിരുന്നെങ്കിൽ അതിനെ പുറത്ത് ചാടിക്കാൻ ഭയങ്കര പണിയായതുകൊണ്ട് തന്നെ ഫസ്റ്റ് അയണേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. സോ ഈ പോയിന്റ് എന്താണ്, റീസൺ ഹാഫിൽ സ്റ്റെബിലിറ്റി ഓഫ് നൈട്രജൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. ഹാഫിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ. റെഡി അല്ലേ? യെസ്. ഇനി PCl5 ഈസ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഓഫ് ഫോസ്ഫറസ് ബട്ട് NCl5 ഡു നോട്ട് എക്സിസ്റ്റ്. എന്തുകൊണ്ടാണ് മക്കളെ? PCl5 എന്ന് പറയുമ്പോൾ ഫോസ്ഫറസിന് 5 ക്ലോറിൻ ആറ്റമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം ഫോസ്ഫറസ് എന്തുണ്ട്, വാക്കൻ ഡി ഓർബിറ്റൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി നൈട്രജൻ എന്തല്ല, വാക്കൻ ഡി ഓർബിറ്റൽ ഇല്ല. വാക്കൻ ഡി ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നൈട്രജൻ എന്ത് ചെയ്യാൻ പറ്റില്ല, 5 ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ, ബോണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ NCl5 എന്ന് പറയുന്ന സംഭവം ഉണ്ടാകില്ല. അപ്പോൾ ആൻസർ എന്താണ്, ആബ്സെൻസ് ഓഫ് വാക്കൻ ഡി ഓർബിറ്റൽ എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. വാക്കൻ ഡി ഓർബിറ്റൽ ആർക്കില്ല, നൈട്രജൻ ഇല്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ബോറോൺ ഷോ ഡിഫറൻസ് ഫ്രം അതേഴ്സ് മെമ്പർ ഓഫ് ഹിസ് ഗ്രൂപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ബോറോൺ എന്ന് പറയുമ്പോൾ എന്താ, ഫസ്റ്റ് ഗ്രൂപ്പ് ബോറോൺ ഫാമിലിയിൽ ആദ്യത്തെ ആളാണ്. ബോറോൺ അലൂമിനിയം അല്ലെ, അതിലുള്ള ആദ്യത്തെ ആളാണ് ബോറോൺ. ബോറോൺ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്, അനോമലസ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അനോമലസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ ആദ്യത്തെ ആൾക്കാരാണ് അനോമലസ് കാണിക്കുന്നുണ്ടാവുക. അതിന് റീസൺ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെടുന്ന ഒരു 4-5 റീസൺ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 2-3 പോയിന്റ്സ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ സ്മോൾ സൈസ് ആയിരിക്കും. ആദ്യത്തെ ആൾക്ക് എന്തായിരിക്കും, അനോമലസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ആളുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്മോൾ സൈസാണ്. രണ്ടാമത് നമ്മൾ പറയാനുള്ളത് എന്തായിരിക്കും മക്കളെ, അതിന് ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിരിക്കും, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. മൂന്നാമത് നമ്മൾ പറയുന്നത് ഹൈ എന്തായിരിക്കും മക്കളെ, ഹൈ അയണേഷൻ എൻതാൽപ്പി പറയാറുണ്ട്. നാലാമത് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാർജ് എന്താണ് മക്കളെ, ഈ ചാർജ് ടു റേഡിയസ് റേഷ്യോ. ചാർജ് ടു റേഡിയസ് റേഷ്യോ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലെ. ചാർജ് Z/Q അല്ലെ, അല്ലെങ്കിൽ സോറി ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, ചാർജ് ബൈ റേഡിയസ് റേഷ്യോ. റേഡിയസ് എന്ന് പറയുന്ന ഈ സംഭവം, ഈ റേഷ്യോ എന്തായിരിക്കും മക്കളെ, ഭയങ്കര കൂടുതലായിരിക്കും അവർക്ക് ഈ പറയുന്ന ബോറോൺ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാർക്ക്. അതേപോലെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്, ആബ്സെൻസ് ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ. അപ്പോൾ ഈ 5 പോയിന്റുകളാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഇതിൽ 2-3 പോയിന്റ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ബിക്കോസ് ഒരു മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ സ്മോൾ സൈസും ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഹൈ അയണേഷൻ എൻതാൽപ്പി, അതേപോലെ തന്നെ ചാർജ് റേഡിയസ് റേഷ്യോ ആൻഡ്
ഹൈ ആബ്സെൻസ് ഓഫ് ബാക്ക് ആൻഡ് ഡി ഓർബിറ്റൽ. ഇതാണ് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന മക്കളെ സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ എന്നാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും മോഡേൺ പീരിയോഡിക് ലോ. ഒരുപാട് തവണ നമ്മൾ കാണാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? മോഡേൺ പീരിയോഡിൽ എന്താണ്? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദ അറ്റോമിക് നമ്പർ. അറ്റോമിക് മാസ് ആണെങ്കിൽ അതെന്താ പഴയ പീരിയോഡിക് ലോ ആയി മാറും. അറ്റോമിക് നമ്പർ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്. ഇനി ഇത് രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞേ. ഡി ബ്ലോക്ക് എലമെന്റ് നമ്മൾ എങ്ങനെയാണ് പറയാനുള്ളത്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ് നമ്മൾ എല്ലാവർക്കും അറിയാം n-1 പെനൽറ്റിമേറ്റ് ഷെല്ലാണ് അല്ലെ. n-1 d 1 to 10 ns 0 to 2 ns 1 to 2 അല്ല ns 0 to 2 എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. നെയിം ദ മോസ്റ്റ് ഇലക്ട്രോണേറ്റീവ് എലമെന്റ്. ഏത് ഏറ്റവും ഇലക്ട്രോണേറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഫ്ലൂറിൻ ആണ്. ആരാണ്? ഫ്ലൂറിൻ ആണ് മോസ്റ്റ് ഇലക്ട്രോണേറ്റീവ് എലമെന്റ്. അതിന്റെ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20 ആണ്. വൈ ദ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ O2 2+ സ്പീഷീസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കെമിക്കൽ ബോണ്ടിൽ പഠിക്കുമ്പോൾ അപ് ടു 14 നൈട്രജൻ വരെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ ഒക്കെ മറ്റു ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പോൾ ആ ഒരു ഓർഡറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അപ് ടു എന്താണ് നൈട്രജൻ വരെയുള്ളതാണ്. ഇപ്പോൾ σ1 σ*1 σ2 σ*2 2s. അത് കഴിഞ്ഞിട്ട് π2px = π2p 2py എന്നാണ് വരിക. σ2pz അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ π*2px = π*2p പിന്നെ σ*2pz. ഇത് നമ്മൾ എങ്ങനെയാണ് മറ്റിൽ, അതായത് അപ് ടു 14 ഇലക്ട്രോൺ കഴിഞ്ഞിട്ട് മോർ ദാൻ 14 ഇലക്ട്രോൺസ് അപ്ലൈ ചെയ്യുക, അതായത് ഓക്സിജന്, ഫ്ലൂറിനൊക്കെ അപ്ലൈ ചെയ്യുക. സിമ്പിളാണ്. അതായത് ഇയാളെ പിടിച്ച് ഇവിടേക്ക് ഇടാം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ, ബാക്കിയൊക്കെ സെയിം. എന്ന് വെച്ചാൽ σ2s വരെ സിമിലർ ആണ്. ഇനി വരേണ്ടത് ആരാണ്? π2px = π2py വരേണ്ടത്. നേരത്തെ ഓർഡർ വെച്ചതാണ്. പക്ഷെ അതിന് പകരം ആര് കയറി വരും? σ2pz വരും. അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമിലർ. അതായത് π2px = π2py π*2px = π*2py σ*2pz. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മോർ ദാൻ 40 ഇലക്ട്രോൺസ് ആണെങ്കിൽ ആദ്യം വരുന്നത് ആരായിരിക്കും? σ2pz ആണ്. അത് കഴിഞ്ഞിട്ടാണ് π2px ഉം π2py ഒക്കെ വരുന്നത്. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓരോന്നിലും 2 ഇലക്ട്രോൺ വെച്ച് ഫില്ല് ചെയ്യും. ഈ ഈക്വൽ ചാർജ് ആണെങ്കിൽ, ഈക്വൽ ആയിട്ടുള്ള ഇതാണെങ്കിൽ, എനർജി ആണെങ്കിൽ നമ്മൾ 2 ഇലക്ട്രോൺസ് മാത്രമേ ബാക്കിയുള്ളൂ വിചാരിക്കും. അങ്ങനെയാണ് ഇവിടെ 1 ഉം 1 ഷെയർ ചെയ്യാണ് ചെയ്യാം. എനിവേ നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് 1 ഇലക്ട്രോൺസ് ആണെങ്കിൽ അതായത് അതിനർത്ഥം അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്നാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പാരാമാഗ്നറ്റിക് ആണ്. എല്ലാവരും 2 ഇലക്ട്രോൺസ് ആണ്. ഫുൾഫിൽഡ് ആണെങ്കിൽ ദേ ആർ എന്താണ്? പെയ്ഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. നോക്കിയോ, ബേസ്ഡ് ഓൺ ദി അപ്പം ഇതിന് മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിട്ടുണ്ട്. O2 2+ സ്പീഷീസ് ആണ്. അപ്പോൾ O2 2+ സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ 16 ഇലക്ട്രോൺ ആണ്. സോ ഓക്സിജൻ 2+ എന്ന് പറയുന്നതായിരിക്കും 14 ഇലക്ട്രോൺസ് ആയിരിക്കും. 14. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് പ്ലെയിനും ഇതാണ് എടുക്കേണ്ടത്. സോ σ1s 2 ഇലക്ട്രോൺ, σ*1s, പിന്നെ σ2s, σ*2s, σ2pz, then π2px, then π2py അല്ലേ? നോക്കിയേ, ഇപ്പോൾ 2 ഇലക്ട്രോൺ 4 6 ഇലക്ട്രോണായി, 8 ഇലക്ട്രോണായി, 10 ആയി, 12 ആയി, 14 ആയി അല്ലേ? എല്ലാം എന്താ മക്കളെ? എല്ലാം എന്താണ്? ഫുള്ളി ഫിൽഡ് ആണ് അല്ലേ? എല്ലാം ഫുള്ളി ഫിൽഡ് ആണ്. സോ ദേ ആർ എന്താണ്? ദേ ആർ ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക് മനസ്സിലാവുന്നുണ്ടോ? യെസ്. മാഗ്നറ്റിക് പോയി ഡയാമാഗ്നറ്റിക്. ഇനി ഇതിന് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു NB - Na/2 അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു NB - Na. എന്താ NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അതായത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസുകൾ ഉണ്ട്? Na എന്ന് പറഞ്ഞാൽ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണ്. അതിൽ എത്ര ഇലക്ട്രോൺ പേരുണ്ട്? /2 ആണ്. അപ്പം സ്റ്റാർ ഇടുന്നൊക്കെ എന്താണ്? ആന്റി ബോണ്ടിങ്ങും. സ്റ്റാർ ഇടാത്ത എന്താ? ബോണ്ടിങ്ങും. അപ്പോൾ ആന്റി ബോണ്ടിങ് എത്ര ഉണ്ട് മക്കളെ? 2ഉം 4 ഇലക്ട്രോൺ ആന്റി ബോണ്ടിങ്. സോ ബാക്കിയൊക്കെ എന്താണ്? ബോണ്ടിങ്. അതിനകത്ത് 2 4 6 8 10 ബോണ്ടിങ് ഉണ്ട്. സോ 10 - 4 /2 എന്ന് വെച്ചാൽ എത്രയാണ്? 6/2 എന്ന് പറഞ്ഞാൽ 3. അപ്പം ബോണ്ട് ഓർഡർ ഓഫ് O2 2+ എത്രയാണ്? 3 ആണെന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ബോണ്ട് ഓർഡർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു, റെഡി സ്റ്റെബിലിറ്റി പറഞ്ഞു, മാഗ്നറ്റിസം ഓഫ് O2 2+ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണെന്ന കാര്യം നമ്മൾ പറഞ്ഞു. റെഡിയല്ലേ മക്കളെ? പിന്നെ വേറെ കാര്യം, സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെങ്കിൽ എന്താ മക്കളെ? ദേ ആർ സ്റ്റേബിൾ ആണ്. ബോണ്ട് ഓർഡർ നെഗറ്റീവ് ആണെങ്കിൽ ദേ ആർ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇയാൾ എന്താ? സ്റ്റേബിൾ ആണല്ലോ, ഇയാൾ സ്റ്റേബിൾ ആണ്. ഈ ബോണ്ട് ഓർഡർ 0 ആണെങ്കിലോ അത് എക്സിസ്റ്റ് ചെയ്യൂല. അതായത് ബോണ്ട് ഇല്ലാത്ത സാധനം എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. യെസ്, അത്രേ ഉള്ളൂ. അടുത്താണ് മക്കളെ 21st ക്വസ്റ്റ്യൻ. ഡിഫൈൻ സ്പോണ്ടേനിയസ് പ്രോസസ്. എന്താ നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻ ഒക്കെ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഏജൻസി സഹായത്തോടു കൂടി നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അത് നോൺ സ്പോണ്ടേനിയസ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് താഴോട്ട് വെള്ളം ഒഴുകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഏജൻസി ആവശ്യമില്ല. ഹൈറ്റിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകാൻ എക്സ്റ്റേണൽ ഏജൻസി ആവശ്യമില്ല. ഓക്കെ, അപ്പം അതെന്താ ആക്ച്വലി
അത് ആക്ച്വലി സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നേരെ മറിച്ച് നമ്മൾ കിണറിൽ നിന്ന് വെള്ളം മോട്ടോർ വഴി പമ്പ് ചെയ്ത് മുകളിലോട്ട് എത്തിക്കാന്ന് പറയുമ്പോൾ ലോ ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള എത്തിക്കാന്ന് പറയുമ്പോൾ എന്താ, ഒരു എക്സ്റ്റേണൽ ഏജൻസിയിൽ മോട്ടറിന്റെ ആവശ്യമുണ്ട് അല്ലേ, ഒരു പമ്പിന്റെ ആവശ്യമുണ്ട്. അപ്പം അതെന്താ ആക്ച്വലി അതൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻസിന് ആവശ്യമുണ്ടെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സും, ഒരു എക്സ്റ്റേണൽ ഏജൻസിന് ആവശ്യമില്ല എങ്കിൽ നടക്കുന്ന വർക്ക് ഡൺ ആണെങ്കിൽ അതെന്താണ്, അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സുമാണ്. അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്ന പ്രോസസ്സുകൾക്ക് എന്താണ്, സ്പോണ്ടേനിയസ് പ്രോസസ്സുമാണ്. ഇനി ഐഡന്റിഫൈ ദ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസിന്റെ കണ്ടീഷൻ പറയുന്നത് NCERT കൃത്യമായിട്ട് ΔG എന്ന് പറയുന്ന ഗിബ്സ് ഫ്രീ എനർജി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കണം. ΔG ഇക്വേഷൻ എന്താ, ΔH - T ΔS എന്നാണ്. ഈ വാല്യൂ എന്തായിരിക്കണം മക്കളെ, നെഗറ്റീവ് ആവുകയാണെങ്കിൽ എന്താണ്, ദാറ്റ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്. ആ പ്രോസസ് എന്താണ്, സ്പോണ്ടേനിയസ് ആകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടീഷൻ പറയുന്നുണ്ട് ΔH പോസിറ്റീവ്, ΔHും ΔSും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ, ഇത് സ്പോണ്ടേനിയസ് ആവാൻ? നിങ്ങൾക്ക് അറിയാം ΔG നെഗറ്റീവ് ആവണ്ടേ, അപ്പോൾ ഇയാൾ പോസിറ്റീവ് ആവുന്നുണ്ട്, ഇയാളും പോസിറ്റീവ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാല്യൂ എന്തായിരിക്കണം മക്കളെ, ഈ T ΔS എന്ന് പറയുന്ന വാല്യൂ വലിയൊരു പോസിറ്റീവ് ആവണ്ടേ? ഓക്കെ, സിംപിളി ഞാൻ പറഞ്ഞുതരാം. ഈ ΔHന്റെ വാല്യൂ അസ്യൂം 2 ആണെന്ന് വിചാരിക്കും, T ΔSന്റെ വാല്യൂ അസ്യൂം 4 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 2 - 4 എന്തായിരിക്കും, -2 അല്ലേ? ഇപ്പോൾ ΔG നെഗറ്റീവ് ആവില്ലേ, ആകും. ഇനി T ΔSന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കും. അപ്പോൾ 2 - 1 എന്താവും, 1 ആവും. അത് പോസിറ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ ΔG നെഗറ്റീവ് ആവില്ല, പോസിറ്റീവ് ആണ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കേണ്ടത് T ΔSന്റെ വാല്യൂ ΔHനെക്കാട്ടിലും കൂടുകയാണ്. രണ്ട് പോസിറ്റീവ് വാല്യൂ ആണ്, കൂടിയാൽ മാത്രമേ ΔG നെഗറ്റീവ് ആവുള്ളൂ. അങ്ങനെ T ΔSന്റെ വാല്യൂ പോസിറ്റീവ് വലിയ നമ്പർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഹൈ ടെമ്പറേച്ചർ, അതായത് Tയുടെ വാല്യൂ കൂടണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണ് എന്താവുക, സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കാന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കും. അപ്പം ഏത് കണ്ടീഷനാണ്, ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. ലോ ടെമ്പറേച്ചറാണ് എന്താ പ്രത്യേകത, ഈ T ΔSന്റെ വാല്യൂ കുറയും. അത് ΔHനെക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ ΔG എന്താവും, പോസിറ്റീവ് ആവും. അപ്പോൾ സ്പോണ്ടേനിയസ് ആകൂല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുന്നത് മക്കളെ, എൻട്രോപ്പി എന്ന് പറയുന്നത് റാൻഡം, ഡിഗ്രി ഓഫ് റാൻഡംനെസ് ആണ്, ഡിസോർഡർനെസ് ആണ് അല്ലെ. അപ്പോൾ നമ്മളൊരു ഐസ് മെൽറ്റ് ചെയ്യാന്ന് പറയുന്ന അർത്ഥം സോളിഡ് എന്താവുക, ലിക്വിഡ് ആവുക. സോളിഡിൽ ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിൾസ് വളരെ കൺജസ്റ്റ് അടുത്തടുത്തായിരിക്കും. അപ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കൂടുതലാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്, ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, അതായത് റാൻഡംനെസ് വളരെ കുറവാണ്, അടുത്തടുത്തിരിക്കുക. നേരെ മറിച്ച് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് സെപ്പറേറ്റ് ആകും. എന്ന് വെച്ചാൽ അർത്ഥം റാൻഡംനെസ് കൂടും, മോളിക്യൂൾസ് തമ്മിൽ കുറച്ച് വേഗതയിൽ ഓടാൻ തുടങ്ങും. അതിന്റെ ഡിഗ്രി ഓഫ് റാൻഡംനെസ്, ഡിസോർഡർനെസ് അല്ലെങ്കിൽ എൻട്രോപ്പി കൂടും. എന്ന് വെച്ചാൽ അർത്ഥം മെൽറ്റിംഗ് ഓഫ് ഐസ് ഈസ് എന്താണ് ആക്ച്വലി, അത് നമ്മുടെ എൻട്രോപ്പി കൂടുന്നതിനൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് HSFR - can act as both Bronsted acid and base. Why the corresponding conjugate എന്താണ്, ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് HSFR- എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വിലിബ്രിയത്തിലെ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഇക്വിലിബ്രിയം. അതായത് മക്കളെ, നമ്മൾ HSFR- എടുക്കും. HSFR- ഈ ചങ്ങായിക്ക് എന്തായാലും ആക്ട് ചെയ്യാൻ കഴിവുണ്ട്, ബ്രോൺസ്റ്റഡ് ആസിഡും ബേസ് രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ HSFR- ആസിഡ് ആരാന്ന് ചോദിച്ചാൽ, കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ കോൺജുഗേറ്റ് ആസിഡ്, ഞാൻ C എന്ന് എഴുതുന്നു, കോൺജുഗേറ്റ് ആസിഡ്. ഈ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ HSFR- ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ, H+നെ, അതായത് H+, കോൺജുഗേറ്റ് ആസിഡ് ആണ്, വെറും ആസിഡ് അല്ല. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു H+ കൂട്ടി എഴുതി കൊടുത്താൽ മതി. സിമ്പിളി ഞാൻ പറയാം, നിങ്ങളുടെ ഒരു സാധനം തന്നിട്ട് അയാളുടെ കോൺജുഗേറ്റ് ആസിഡ് കോൺജുഗേറ്റ് ബേസ് ചോദിച്ചാൽ, കോൺജുഗേറ്റ് ആസിഡ് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സാധനത്തിന് കൂടെ H+ ആഡ് ചെയ്ത് കൊടുക്കുക. കോൺജുഗേറ്റ് ബേസ് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സാധനത്തിന് H+നെ മൈനസ് ചെയ്ത് കൊടുക്കുക, ഒഴിവാക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ HSFR- കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചാൽ എന്ത് ചെയ്യാം, ഒരു H+നെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ H+നെ ആഡ് ചെയ്താൽ H2SO4, ചാർജ് ഒഴിവായി പോകും. ഇനി ഇയാളുടെ കോൺജുഗേറ്റ് ബേസ് ആണ് ചോദിക്കുന്നെങ്കിലും HSFR- നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു H+ റിമൂവ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കാം, ഒരു Hനെ റിമൂവ് ചെയ്യുക, അപ്പം SO4 2- ആവും. മനസ്സിലായി, ഇതാണ് തന്നെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും. ഇനി അടുത്തത്, കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.04 മോളാർ സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇൻ വാട്ടർ. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ചോദ്യം, ഇക്വിലിബ്രിയത്തിലെ ചോദ്യമാണ്. ഇതെങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യാം? pH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, pH log H+ എന്നും പറയും. വെള്ളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, -log H3O+ എന്നും പറയും. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം, -log H3O+ എടുക്കണം. ഇനി ഇവിടെ പ്രശ്നം എന്താണെന്ന് പറയാം മക്കളെ, പ്രശ്നം ഇവിടെ ആക്ച്വലി സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, ഇവിടെ കാണിക്കാം, സൾഫ്യൂരിക് ആസിഡ് മക്കളെ, നമ്മൾ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വെള്ളത്തിലിടുന്നു വിചാരിക്കും. വെള്ളത്തിൽ നമ്മൾ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ മക്കളെ, 2H3O+ പ്ലസ് എന്താ വരിക മക്കളെ, എന്താ വരിക, SO4 2- എന്ന് വരിക. ഇവിടെ നമ്മൾ H2SO4 വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് H3O+ എന്നാ കിട്ടുക. പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ 2 മോൾ ഓഫ് വാട്ടർ എടുക്കണം. അപ്പോൾ 2 H3O+ഉം SO4 2- കിട്ടും. അപ്പം നമുക്കറിയാം H2SO4 കാണപ്പെടുന്ന H+ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, 0.04 മോളാർ ആണ്, 0.04 മോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ H+ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക
അല്ലേ? ഈ H2SO4 അതേ H+ ആയിരിക്കും ഇവിടെ ഉണ്ടാവും. അതിനർത്ഥം H3O+ എന്തുണ്ടാവും മക്കളെ? രണ്ട് ഡബിൾ എമൗണ്ട് ഉണ്ടാവും. ഇവിടെ 1 മോൾ ആണെങ്കിൽ ഇവിടെ 2 മോൾ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്? H+ 0.04 മോളർ ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷെ 2 മോൾ ഉണ്ടാവും. 2 മോൾ ഉണ്ടാകുമ്പോൾ 2 × 0.04 മോൾ ഓഫ് എന്തുണ്ട്? H+ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ H3O+ ഉണ്ടാകും. അപ്പോൾ pH എങ്ങനെ കണ്ടുപിടിക്കുക? pH is equal to -log 0.08 കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. വലിയ പണിയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടും. ഓൾമോസ്റ്റ് ഇതിന് അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടുന്നത് അപ്രോക്സിമേറ്റ് 1.0987 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക കാൽക്കുലേറ്ററിൽ കിട്ടുന്നത്. ഓക്കെ, റെഡി അല്ലേ? റെഡി. ഇനി കാരണം ലോഗ് 0 അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റർ അടിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഐഡന്റിഫൈ ദ റിഡോക്സ് റിയാക്ഷൻ എന്ന ഫോളോവിങ് ആൻഡ് ജസ്റ്റിഫൈ എന്ന ചോദ്യം. റിഡോക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നടക്കണം, റിഡക്ഷൻ നടക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇയാൾക്ക് ഹൈഡ്രജന് ഇവിടെ സൾഫർ നോക്കിയാൽ സൾഫറിന് ഇവിടെ വാല്യൂ -2 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ -2 0 ആണ്, അപ്പോൾ ഓക്സിഡേഷനാണ്. ക്ലോറിൻ ഇവിടെ 0 ആണ്, ഇവിടെ എന്താ -1 ആണ്, ഏത് റിഡക്ഷനാണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത്, റിഡക്ഷൻ നടക്കുന്നത്. സോ ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇനി CaCO3 CaO CO2 ഒക്കെ മാറുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണ് ഇവിടെ കാൽഷ്യത്തിന് എന്താണ് മക്കളെ? കാൽഷ്യം എന്ന് പറയുന്നത് +2 ആണ്, ഇവിടെയും കാൽഷ്യം +2 ആണ്. ഓക്സിജൻ ഇവിടെ എത്രയാണ്? -2 ആണ്, ഇവിടെ എത്രയാണ്? -2 ആണ്. സോ ഇവിടെ എന്തില്ല? ഇവിടെ റിഡോക്സ് നടക്കുന്നില്ല ആക്ച്വലി. അപ്പോൾ എന്തല്ല? റിഡോക്സ് അല്ല. സോ 23 എന്താ ആൻസർ? 23 ഫസ്റ്റ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നു. ഇനി which is the oxygen and reductant in the above identified redox reaction. അപ്പോൾ ഇതാണ് റിഡോക്സ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആരാണ് ഓക്സിഡന്റ്? ഓക്സിജൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ ആർക്കാണ് ഓക്സിജൻ നടക്കുന്നത് അതാണ് ഓക്സിജൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഓക്സിജൻ ആക്ട് ചെയ്യുന്ന ആരാ? ക്ലോറിൻ ആണ്. കാരണം എന്താ? ക്ലോറിൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണോ അവിടെ റിഡക്ഷൻ നടക്കുന്നത് അവനാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അവനാണെന്ത്? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പം ഇവിടെ റിഡക്ഷൻ നടക്കുന്ന ആരാണ്? ക്ലോറിൻ ആണ്. സോ ക്ലോറിൻ ആണ് ഇവിടുത്തെ ഓക്സിഡന്റ്. ആരാണ് റിഡക്റ്റന്റ് എന്ന് പറഞ്ഞാൽ? ആർക്കാണോ അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് അതാണ് എന്താ അടുത്ത റിഡക്റ്റന്റ്. എന്ന് വെച്ചാൽ ആരായിരിക്കും? അത് സൾഫർ ആയിരിക്കും അടുത്ത റിഡക്റ്റന്റ് എന്ന് പറയുന്നത്. റിഡക്റ്റന്റ് ആരാണ്? സൾഫർ ആണ്. സൾഫർ ആണ് അവിടുത്തെ റിഡക്റ്റന്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? യെസ്. ഇനി ബൈ ദ സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് HAuCl4 ആൻഡ് MnO. സിമ്പിൾ ആണ്. സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ റോമൻ ലെറ്ററിൽ എഴുതി കൊടുക്കുക. സോ HAuCl4 ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ക്ലോറിൻ ഇവിടെ -4 ഉണ്ടാകും, ഹൈഡ്രജൻ +1 ഉണ്ടാകും. സോ എയുടെ അതായത് ഗോൾഡിന്റെ ഓപ്ഷൻ നമ്പർ 3 ഉണ്ടാവുക. സോ 3 എന്ന് എഴുതാം. 3 ഇതാണ് ഈ റോമൻ ലെറ്ററിൽ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷൻ പറയാറുള്ളത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? MnO2 പറയുമ്പോൾ MnO2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മാഗ്നസിന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. അതായത് 4 ആണ് ഉണ്ടാവും. 4. ഓക്കെ, ഇതാണ് അതിന്റെ സ്റ്റോക്ക് റൊട്ടേഷൻ ആയിട്ട് പറയാറുള്ളത്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇനി ക്വസ്റ്റൻ നമ്പർ 24. ബൈ ദ 3 pairs of different structural isomers that may have the molecular formula C4H10O. മെൻഷൻ ദ ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ഷോൺ ബൈ ദ ഈച്ച് പെയർ. അതായത് നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യമാണത്, അല്ലെങ്കിൽ സം ബേസിക് പ്രിൻസിപ്പൽ ടെക്നിക്സിലെ ചോദ്യമാണ്. അപ്പം CA4H10O എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം എന്താണ്? ആക്ച്വലി ഇത് നമുക്ക് ബ്യൂട്ടനോൾ ആണ്. അത് നമുക്ക് പല രൂപത്തിൽ എഴുതാം. അതായത് ഇത് ആക്ച്വലി C4H10O തന്നെയാണ്, ഇതും C4H10O തന്നെയാണ്. സെയിം മോളിക്കുലർ ഫോമുലയാണ്. പക്ഷെ എന്താ പ്രശ്നം? ഇവിടെ OHന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇവിടെ OH ഇവിടെ ആണെങ്കിൽ ഇവിടെ OH ഇവിടെയാണ്. അത് ബ്യൂട്ടൻ 1 ആണെങ്കിൽ ഇത് ബ്യൂട്ടൻ 2 ആണ്. സോ ദേ ക്യാൻ ബി ആക്ട് ആസ് എ പൊസിഷൻ ഐസോമേഴ്സ്. പിന്നെ അതേപോലെ തന്നെ ഇയാൾക്ക് ഈ ആൽക്കഹോൾസും അതേപോലെ തന്നെ ഇതറും ഈ ആൽക്കഹോളും ഇതറും എന്താണ്? ആക്ച്വലി ദേ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയാൻ പറ്റും. അതായത് മക്കളെ നോക്കിയേ, ഇത് ബ്യൂട്ടൻ 1 ഈ ഓക്സിജൻ നമ്മൾ ഇവിടെ ഇങ്ങനെ CH3O CH2 CH2 CH3 വിളിക്കുന്ന പേരാണ് 1-methoxypropane. ഇത് ഇതറാണ്. എന്താണ്? ഇതറാണ്. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഈ ഓക്സിജന്റെ പൊസിഷൻ അങ്ങോട്ട് മാറ്റി നമുക്ക് ഇത്തോക്സി എന്ന് പറയുന്ന മറ്റൊരു ഇതർ കിട്ടും. സോ ഇതൊക്കെ എന്താണ് മക്കളെ? ഇത് 1-methoxypropane ആണ്, മറ്റേ ഇത്തോക്സി ആണ്. അപ്പോൾ ഇതറും ആൽക്കഹോളും എന്താണ്? ഒരു ഫങ്ഷണൽ ഐസോമറാണ്. അത് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമുക്ക് മെറ്റാമേഴ്സും, അതായത് മക്കളെ മെത്തോക്സിപ്രോപ്പൈൻ മിത്തോക്സിഡീൻ, ഇത് രണ്ട് മെറ്റാമേഴ്സ്. അതായത് ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിന് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു എന്തുണ്ട്? ഐസോമർസും ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 1 2 എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ഓരോ പേരിന്റെയും അതുപോലെ കാര്യങ്ങൾ 3 പേരാണ് ചോദിച്ചത്. അപ്പോൾ 3 പേരുകൾ അതുപോലെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓരോ മാർക്ക് വെച്ചിട്ട്. ഇനി ദ മേജർ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോവിങ് റിയാക്ഷൻസ്. അപ്പോൾ നോക്കിയാൽ ഇത് ഹൈഡ്രോ കാർബൺ ചോദ്യമാണ്. CH3CH2 CH ഡബിൾ ബോണ്ട് CH2 + HBr അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു അൺസാച്ചുറേറ്റഡ് ആൽക്കീനിലേക്ക് നമ്മൾ
നമ്മുടെ HBr ആഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഉണ്ട്, അതാണ് മാർക്കോ-നിക്കോഫ് റൂൾ. ഇവിടെ പോസിറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു ദോസ് സൾഫ്യൂരിക് കാർബൺ ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറയാനുള്ളത്. സോ ഇവിടെ മോർ നമ്പർ ഹൈഡ്രജൻ ആയിട്ടാണ്, ഇതാണ് അൺസിമെട്രിക് ആൽക്കീൻ എന്ന് പറയുന്നത്. സോ ഇവിടെ മോർ നമ്പർ ഹൈഡ്രജൻ ഇരിക്കുന്നത് എവിടെയാണ് മക്കളെ? ഇവിടെയാണ് ഇരിക്കുന്നത്. സോ ഈ ഹൈഡ്രജൻ ഇവിടേക്ക് പോകും, Br എന്ത് ചെയ്യും? ഇവിടേക്കും പോകും. സോ ആൻസർ വരാൻ പോകുന്നത് CH3, CH2, CHBr, CH3. ഇതാണ് മക്കളെ മാർക്കോ-നിക്കോഫ് റൂൾ ഓഫ് അഡീഷൻ. എപ്പോഴാണ് മാർക്കോ-നിക്കോഫ് റൂൾ എന്ത് ചെയ്യാം? ഒപ്പോസിറ്റ് ആന്റി മാർക്കോ-നിക്കോ അല്ലെങ്കിൽ കറാഷ് എഫക്ട് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്ട് വരുന്നത് ഈ സമയത്ത് നമ്മൾ പെറോക്സൈഡ് അല്ലെങ്കിൽ ഓർഗാനിക് പെറോക്സൈഡുകൾ അല്ലെങ്കിൽ പെറോക്സൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് പോലെയുള്ള അല്ലെങ്കിൽ H2O2 പോലെയുള്ള പെറോക്സൈഡുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റിയാക്ഷൻ റിവേഴ്സ് ആവും. എന്ന് വെച്ചാൽ ആന്റി മാർക്കോ-നിക്കോ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അർത്ഥത്രേ ഉള്ളൂ. HBr നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അൺസിമെട്രിക് ആൽക്കീനിലേക്ക് ഒലിഫിനിക് കാർബൺ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു ദോസ് ഒലിഫിനിക് കാർബൺ ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്നാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ HBr ആഡ് ചെയ്യുമ്പോൾ ഇതാണ് പോസിറ്റീവ് പാർട്ട്, ലെസ് നമ്പർ ഹൈഡ്രജൻ പറയുമ്പോൾ അപ്പോൾ ഇതാണ് ലെസ് നമ്പർ ഹൈഡ്രജൻ കാണുന്നത്. സോ ഇവിടേക്കാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന പോസിറ്റീവ് പാർട്ട് പോകുക. എന്ന് വെച്ചാൽ അപ്പോൾ ആൻസർ കിട്ടാൻ പോകുന്നത് CH3, CH2, CH2, Br എന്ന് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക? B ആണിത്, ഇത് A ആണ്. അപ്പം രണ്ടാമത് B കിട്ടാനുള്ള കാരണം എന്താണിത്? ആന്റി മാർക്കോ-നിക്കോ റൂൾ ഓഫ് അഡീഷൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. റെഡി അല്ലേ? അപ്പോൾ റൂൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ മാർക്കോ-നിക്കോ റൂൾ ആണെങ്കിൽ രണ്ടാമത് ആന്റി മാർക്കോ-നിക്കോ റൂൾ ഓഫ് അഡീഷൻ ആണ്. ഇനി നോക്കിക്കേ, മാറ്റ് ദ ഫോളോവിങ്. ബെൻസീൻ ആണ്. അസറ്റൈലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അസറ്റൈൽ ഇത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും പിന്നെ അതേപോലെ തന്നെ അസറ്റൈൽ ക്ലോറൈഡ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പം അസൈലേഷൻ ആണിത്. ഇനി അസറ്റൈലേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആൽക്കൈലേഷൻ ആണെങ്കിൽ ഇവിടെ ആൽക്കൈൽ ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യും, CH3Cl ആഡ് ചെയ്യും. ഇവിടെ CH3COCl ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഒക്കെ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസറ്റൈലേഷൻ ആണ്. ഇനി അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്താ കിട്ടും? അസറ്റോഫിനോൺ കിട്ടും. അസറ്റോഫിനോൺ ആണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ റിഡക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ഹൈഡ്രജൻ ബാർ പലേഡിയം ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും മക്കളെ? നമുക്ക് സൈക്ലോഹെക്സൈൻ കിട്ടും, ഹെക്സൈൻ കിട്ടും, സൈക്ലോഹെക്സൈൻ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബെൻസീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. ഈ ഡബിൾ ബോണ്ട് ഒക്കെ പൊട്ടിച്ച് സിംഗിൾ ബോണ്ട് ആയി നമുക്ക് സൈക്ലോഹെക്സൈൻ എന്ന് പറയുന്ന സാധനം, ഇതാണ് സൈക്ലോഹെക്സൈൻ, ഇത് കിട്ടും. ഇനി ക്ലോറിനേഷൻ നടത്താൻ പോകും. ബെൻസീൻ റിംഗിലേക്ക് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുന്നത് ക്ലോറിൻ HNu പ്രസന്റിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് പറയുന്ന BHC കിട്ടും. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചായിരിക്കും, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് നിങ്ങളെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ കൃത്യമായിട്ട് NCERT ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബോക്സ് ആണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വാസം. അപ്പം ഈ ഒരു ചോദ്യത്തിന് 4 മാർക്കാണ് മക്കളെ. വളരെ അപ്പോൾ ഏറ്റവും വെയിറ്റേജ് വരുന്ന 2 ചാപ്റ്റേഴ്സ് ഒന്ന് കെമിക്കൽ ബോണ്ടിങ് ആണ്, മറ്റേത് ഓർഗാനിക് കെമിസ്ട്രി നെയിമിംഗ് എന്ന ചാപ്റ്റർ, സം ബേസിക് പ്രിൻസിപ്പിൾ ടെക്നിക്സ്. നല്ല വെയിറ്റുള്ള ചാപ്റ്റേഴ്സ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം നിങ്ങൾ. അപ്പം ഇതിന്റെ ആൻസർ എന്താ വരിക? BF3 എന്ന് പറയുമ്പോൾ അത് ട്രയാങ്കുലർ പ്ലെനാർ ആണ്. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ CH4 എന്താ മക്കളെ? CH4 എന്ന് പറയുന്ന സംഭവം അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ടെട്രാഹെഡ്രലാണ്. എന്താണ്? ടെട്രാഹെഡ്രലാണ്. ടെട്രാഹെഡ്രലിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 109 ഡിഗ്രിയും അതേപോലെ തന്നെ 28 മിനിറ്റുമാണ്. 109 ഡിഗ്രി ആൻഡ് 28 മിനിറ്റ് ആണിത് CH4 എന്ന് പറയുന്ന മീഥൈനിന്റെ നമ്മുടെ ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ ബോണ്ട് ഓർഡർ ആയിട്ട് വരുന്നത്, ബോണ്ട് ആംഗിളായിട്ട് വരുന്നത്. അതേപോലെ PCl5 ആണെങ്കിൽ 2 ആക്സിലും ഉണ്ട്, ഇക്വിറ്റോറിയലും ഉണ്ടാവും ആയിരിക്കും PCl5. അതേപോലെ തന്നെ അതിന് 2 തരത്തിലുള്ള ബോണ്ട് ആംഗിൾ ഉണ്ടാവും. 120 ഡിഗ്രി ആണെങ്കിലും മറ്റേത് 90 ഡിഗ്രി ആണ്. അതിന് ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി വരുന്നത് എന്താണ്? ഷേപ്പ് വരുന്നത് എന്താണ്? ട്രയാഗണൽ എന്താണ് മക്കളെ? ബൈ പിരമിഡലാണ്. ട്രയാഗണൽ ബൈ പിരമിഡലാണ്. ഇനി BeCl2 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? അത് BeCl എന്ന് പറയുമ്പോൾ ഇങ്ങനെ BeCl2 അല്ലെ എന്ന് വെച്ചാൽ ബോണ്ട് ആംഗിൾ എത്രയാണ് മക്കളെ? 180 ഡിഗ്രി ആണ്. സോ 180 ഡിഗ്രി എന്ന് പറയും. അതിന്റെ ഷേപ്പ് എന്താണ്? അത് ലീനിയർ ആണ്. എന്താണ്? ലീനിയർ ആണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, SF6 എന്താ മക്കളെ? SF6 അത് എല്ലാവർക്കും അറിയാം. SF6 എങ്ങനെ ഉണ്ടാവുക? SF6 എങ്ങനെ ഉണ്ടാവും മക്കളെ? പറ എങ്ങനെ ഉണ്ടാവാം? യെസ് അല്ലേ? കറക്റ്റ്. SF6 എങ്ങനെ ഉണ്ടാവുക? ഒക്ടാഹെഡ്രലാണ്. 8 ഒക്ടാഹെഡ്രൽ 8 ഉണ്ടാവും. 8 ഒക്ടാഹെഡ്രലാണ്. എല്ലാം ആംഗിൾ എത്രയായിരിക്കും നമുക്ക്? 90 ഡിഗ്രി ആയിരിക്കും. എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. സോ ഇതാണ് ആൻസർ. നിങ്ങൾ ഓരോ പോയിന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് 1/2 മാർക്ക് വെച്ച് മൊത്തം 4 മാർക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. അതായത് നെയിം ഓഫ് 4 കോണ്ടന്റ് നമ്പേഴ്സ്. കോണ്ടന്റ് നമ്പർ 4 നെയിമുകളാണ് ചോദിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഉണ്ട്, അസിമുത്തൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. നമ്മൾ റെപ്രസെന്റ് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിനെ N റെപ്രസെന്റ് ചെയ്യും. പിന്നെ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ നമ്മൾ L റെപ്രസെന്റ് ചെയ്യും. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ M റെപ്രസെന്റ് ചെയ്യും. ദെൻ സ്പിൻ കോണ്ടന്റ് നമ്പേഴ്സ്. അങ്ങനെ 4ഓളം കോണ്ടന്റ് നമ്പേഴ്സിലുണ്ട്. അത് നമുക്ക് കിട്ടുന്നു. അപ്പോൾ 1 മാർക്ക് കിട്ടും. which explain the average distance of electron from the nucleus. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നും മക്കളെ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ
ഡിസ്റ്റൻസ്, ഇലക്ട്രോണുമായുള്ള ഡിസ്റ്റൻസിനെ ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് നിന്ന് ഇങ്ങനെ പോകുന്ന എനർജിക്ക് മാറ്റം വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എനർജിയുമായി ബന്ധപ്പെട്ട സംഭവം എന്താ ആക്ച്വലി? അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് ആൻസർ വരിക. റെപ്രസെന്റ് ഓർബിറ്റൽ വിത്ത് ക്വാണ്ടം നമ്പേഴ്സ് n=2 എന്ന് പറയുമ്പോൾ l=0. l0 എന്ന് പറയുന്ന അർത്ഥം എന്താ? l0 എന്ന് പറയുമ്പോൾ l റെപ്രസെന്റ് ആക്ച്വലി എന്താ? സബ്ഷെല്ലിനെയാണ്. അപ്പോൾ സബ്ഷെൽ. അപ്പം മക്കളെ നിങ്ങൾ അത് l0 എന്ന് പറഞ്ഞത് എസ് സബ്ഷെല്ലാണ്, എസ്. l1 എന്ന് പറയുന്നത് എന്താണത്? പി ആണ്. l2 എന്ന് പറയുന്നത് എന്താണ്? അത് ഡി ആണ്. l3 എന്ന് പറയുന്നത് അത് എഫ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ n2 എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ 2s, ഇത് 2s ആണ്. ഇനി ഇതാണെങ്കിലോ 3p, ഇത് 3p ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? യെസ്. Then which of the following is correct representation of electron arrangement in a p orbital? മക്കളെ p orbital ഏതാ വരിക മക്കളെ? p orbital സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരിക്കലും നിങ്ങൾ കുറെ റൂള് പഠിച്ചിട്ട് അഫ്ബ പ്രിൻസിപ്പിൾ, അതേപോലെ ഹൻസ് റൂള്, അങ്ങനെ കുറെ റൂളുകളുണ്ടാവും. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അല്ലേ? അതുപോലെ ഒരു ഓർബിറ്റൽസിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ. പക്ഷേ ഈ 2 ഇലക്ട്രോൺ പെയർഡ് ആവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഡീജനറേറ്റ് ഓർബിറ്റൽ, അത് ഒരേ എനർജിയുള്ള ഓർബിറ്റൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ഹാഫ് ഫിൽഡ് ആയതിനു ശേഷമേ ബാക്കി പെയർഡ് ആവുള്ളൂ. അതായത് ഇവിടെ 3 ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഇവിടെ ഫില്ല് ചെയ്ത ശേഷം മാത്രമേ 4ാമത്തെ ഇലക്ട്രോൺ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ, പെയർ ആവുള്ളൂ. അപ്പോൾ ഇതെന്താ തെറ്റാ? ഇതെന്താണ്? ഇവിടെ 3ഉം ഡീജനറേറ്റ് ഓർബിറ്റിലൊക്കെ ഒരുപോലെ ഫില്ല് ചെയ്തതിനു ശേഷമാണ് ബാക്കി ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 3ഉം ഒരുപോലെ ഫില്ല് ചെയ്തുകൊണ്ട് ഇവനാണ് എന്ത് കറക്റ്റ് ആൻസർ വരിക. അടിയല്ലേ? ഇനി അടുത്തതാണ് സ്റ്റേറ്റ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. അപ്പോൾ ഇത് തെർമോഡൈനാമിക്സിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് സമ്മേഷൻ അല്ലെങ്കിൽ ഹെസസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ ഹെസസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. The total enthalpy change for a physical or chemical process is the same whether the reaction takes place in a single step or in several step. Or total enthalpy change for a process path independent. അതായത് മക്കളെ ഒരു റിയാക്ഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എൻതാൽപ്പി ചേഞ്ച്, ഒരു കെമിക്കൽ പ്രോസസ് എൻതാൽപ്പി ചേഞ്ച് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ് എൻതാൽപ്പി ചേഞ്ച് ആണ്. അതൊരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചും. ഫോർ എക്സാമ്പിൾ എങ്ങനെ ഞാൻ പറയാം? ഇതാ ഒരു എ ബി ആയി, ബി സി ആയി, സി ഡി ആയി. ഇവിടെ കുറെ എന്താൽപ്പി ചേഞ്ച്, ΔH1 ഉണ്ട്, ΔH2 ഉണ്ട്, എന്താൽപ്പി ചേഞ്ച് ΔH3 ഉണ്ട് അല്ലെ? എനിക്ക് ഉണ്ട്. ഈ എ തന്നെ എന്താണ്? ഡയറക്റ്റ് ആയി ഡി ആവുകയാണ്. അവൻ്റെ ΔH4 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ΔH4 ഈസ് ഈക്വൽ ടു ΔH1 പ്ലസ് ΔH2 പ്ലസ് ΔH3 എന്ന് വെച്ചാൽ അത് എത്ര സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നുള്ളതൊന്നും നോക്കണ്ട. അതിന് ഇനീഷ്യലും ഫൈനൽ പൊസിഷൻ മാത്രം നോക്കിയിട്ട് അതിന് എന്താൽപ്പി ചേഞ്ച് തന്നെയായിരിക്കും. ഓരോന്നിന്റെയും ഇടയിലുള്ള എന്താൽപ്പി ചേഞ്ച് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതായത് അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. അത് എങ്ങനെ റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ നോക്കണ്ട. അതിന് ഇനീഷ്യൽ ഫൈനൽ പൊസിഷനുള്ള എന്താൽപ്പി ചേഞ്ചുകൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന് എന്താൽപ്പി ചേഞ്ച് കിട്ടുമെന്നാണ് ആര് പറഞ്ഞത്? ഈ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആര് പറഞ്ഞത്? ഹെസസ് പറഞ്ഞത്. ഇനിയാണ് സ്ഥിരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യം. എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യം? എന്താൽപ്പി ഓഫ് കാൽക്കുലേഷൻ, തെർമോഡൈനാമിക്സിലെ കാൽക്കുലേഷൻ. അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മൾ കൃത്യമായി നോക്കിയാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാൽക്കുലേറ്റ് എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് N2 and CO2 ആസ് പെർ ദ റിയാക്ഷൻ. അപ്പം ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആൻസർ ചെയ്യാം? അപ്പോൾ നമ്മൾ പറയണം സം ഓഫ് അല്ലെങ്കിൽ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ, എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എന്താൽപ്പി റിയാക്ഷൻ എങ്ങനെ എഴുതും? എന്താൽപ്പി റിയാക്ഷൻ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്, സ്റ്റാൻഡേർഡ് കൊടുക്കാം. ഇസ് ഈക്വൽ ടു സം ഓഫ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്, sum of enthalpy formation of product minus sum of enthalpy formation of reactant. ഇതാണ് സാധനം. അപ്പോൾ enthalpy of reaction is equal to enthalpy of reaction equal sum of enthalpy of product minus sum of enthalpy of reactant. സിമ്പിൾ. ഇനി നമുക്ക് തന്നിട്ട് ചോദ്യത്തിലേക്ക് നോക്കാം. ഇതൊക്കെ എന്താ? റിയാക്റ്റന്റാ. ഇതൊക്കെ എന്താ? പ്രൊഡക്റ്റാ. റെഡി അല്ലേ? ഇനി സം ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയേ, പ്രൊഡക്റ്റിൽ ആരൊക്കെ ഉണ്ട്? N2 CO2 ഉണ്ട്. N2ന്റെ വാല്യൂ എത്രയാ? N2. ഇതാണ് N2യുടെ വാല്യൂ. നോക്കാം, ഇത് 81 ആണ്. എന്താണ് CO2ന്റെ വാല്യൂ? CO2ന്റെ വാല്യൂ 9.4 ആണ് അല്ലെ? സം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര N2 നോക്കാം? എത്ര N2 ഉണ്ട്? ഒരു N2 ആണുള്ളത്. എത്ര N2 ഉണ്ട്? ഒരു N2. അപ്പൊ N2ന്റെ വാല്യൂ എത്ര? 81 ആണെന്ന് തോന്നുന്നു. 81. അപ്പൊ 81 പ്ലസ് എത്ര CO2 ഉണ്ട്? 3 ഉണ്ട്. അപ്പൊ ഒന്നിന്റെ വാല്യൂ 9.4 ആണ്. സോ 9.4 × 3 മൈനസ് റിയാക്ടറിന്റെ പ്രോഡക്റ്റ് എന്തായാലും ഫോർമേഷൻ കണ്ടിട്ട് എന്തായാലും ഫോർമേഷൻ റിയാക്ടർ എന്താ മക്കളെ? റിയാക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് N2O4 3 CO. N2O4ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? സോറി, ഇവിടെ തെറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോയിരിക്കുന്നത് നമ്മൾ CO2ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ, അതായത് ഇതാണ് CO2ന്റെ വാല്യൂ 393. അപ്പോൾ നമ്മൾ 3 × 393 ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, ദെൻ മൈനസ് എന്താൽപ്പി ഫോർമേഷൻ റിയാക്ടർ. റിയാക്ടർ എന്ന് പറയുമ്പോൾ ആരാണ്? N2O4. N2O4ന്റെ വാല്യൂ 9.4 ആണ്. സോ എത്ര N2O4 ഉണ്ട്? ഒരു N2O4. അപ്പോൾ 9.4 പ്ലസ് പിന്നെ വേറെ എന്ത് ചെയ്യാണ്ട് മക്കളെ? ഇവിടെ അതേപോലെ 3 CO. സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിയുടെ വാല്യൂ
-110 എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ 3 × -110 ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോന്ന് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് എന്ന് പറയുന്ന മക്കൾ എത്രയാണ്? നമുക്ക് ഓൾമോസ്റ്റ് കിട്ടാൻ പോകുന്നത് -777.7 അത്രയും കിലോ ജൂൾ ആണ് കിട്ടുന്നുണ്ടാവുക. അത്രയും കിലോ ജൂൾ പെർ മോൾ ആണ് കിട്ടുക. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് -777 കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്ത് എൻതാൽപ്പി റിയാക്ഷൻ ഇങ്ങനെ ചെയ്തെങ്കിൽ 2 മാർക്കാണ് കിട്ടുക. എൻതാൽപ്പി റിയാക്ഷൻ കിട്ടും. അപ്പോൾ എൻതാൽപ്പി നിങ്ങൾ ഓർത്തിരിക്കുന്ന എൻതാൽപ്പി റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി റിയാക്ഷൻ ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറിന്റെ പോലെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ എൻതാൽപ്പി ഡയഗ്രാം ഫോർ എക്സോതെർമി റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ് മക്കളെ. എക്സോതെർമി എൻഡോതെർമി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ റിയാക്ഷനും പ്രോസസ്സ് ചെയ്യുക, റിയാക്ഷൻ പ്രോഗ്രസ് എന്നുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ റിയാക്റ്റൻ്റ് ആണ്, ഒരു ആക്ടിവേഷൻ എനർജി കിട്ടി, ദെൻ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പം ഇവിടെ ഇതാണ് എന്ത് അതിൻ്റെ ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. ഇത് റിയാക്റ്റീവ് എനർജിയാണ്, ഇത് പ്രൊഡക്റ്റിന് എനർജിയാണ്. അപ്പോൾ റിയാക്റ്റീവ് എനർജി നമ്മൾ ഇത്ര എനർജി ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റ് എനർജി ആകുമ്പോൾ ഇത്ര എനർജിയാണ് അല്ല. അപ്പോൾ എനർജി കുറഞ്ഞു. അപ്പം റിയാക്ഷൻ നടന്ന് പ്രൊഡക്റ്റ് ആകുമ്പോൾ എനർജി കുറയുന്നുണ്ടെങ്കിൽ അതെന്താണ്? എൻ്റെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ എന്താ? എക്സോതെർമിക്ക. എൻഡോതെർമിക് ആയിരുന്നുവെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാവുക? ഈ ഗ്രാഫ് വിൽ ബി ഇങ്ങനെ ഉണ്ടാവും. ഇത് റിയാക്റ്റൻ്റ്, ഇത് പ്രൊഡക്റ്റ്. അപ്പോൾ ഡെൽറ്റ എച്ച് എന്താ? പോസിറ്റീവാണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതെർമിക്ക. അത്രയേ ഉള്ളൂ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കിയാൽ മാച്ച് ദ ഫോളോവിങ് അസിഡിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്താണ്? പി എച്ച് എന്തായിരിക്കും മക്കളെ? >7 ആണ്. സോറി <7 ആണ്. ഇനി അസിഡിക് സൊല്യൂഷൻ ബേസിക് ന്യൂട്രൽ. ഇതിൽ അസിഡിക് സൊല്യൂഷനെ നമ്മൾ പറയാനുള്ളതാണ് NH4Cl. കാരണം എന്തുകൊണ്ട് അസിഡിക് സൊല്യൂഷൻ NH4Cl ആണ്? കാരണം NH4Cl അതായത് NH4Cl ആണ്. പി എച്ച് എന്തായിരിക്കും? <7 ആണ്. ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആരെടുക്കാം? ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, അത് ന്യൂട്രലാണ് അല്ലേ? അതിന് പി എച്ച് =7 ആണ്. ബേസ് സൊല്യൂഷൻ ആണെങ്കിൽ CH3CONA അതേപോലെ തന്നെ പി എച്ച് >7 ആണ്. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു CH3CONA ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഫർ സൊല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള CH3COOH സ്ട്രോങ് ആയിട്ടുള്ള NOH കൂടി ചേർന്നിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ CH3COH എന്ന് പറയുമ്പോൾ എന്താ? അത് വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. NOH എന്താ? സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കൂടി ചേർന്നുണ്ടാവും. ഇവിടെ നിന്ന് വെള്ളം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, വാട്ടർ പുറത്തോട്ട് പോയാൽ ബാക്കി ആരുണ്ടാവുക? ബാക്കി CH3COONA ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? വീക്ക് ആസിഡ് സ്ട്രോങ് ബേസും കൂടി ചേർന്നുണ്ടാവുക ബേസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബേസിക് സൊല്യൂഷൻ ആണ്. സോ അതുകൊണ്ടാണ് CH3CONA pH >7 ആവുന്നത്. ഫസ്റ്റ് സൊല്യൂഷൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ NH4OH എന്ന് പറയുന്ന NH4OH HCl കൂടി ചേർന്നാൽ എന്തുണ്ടാകും? ഇവിടുന്ന് ഈ പറഞ്ഞിരിക്കുന്ന H ഉം OH കൂടി ചേർന്നാൽ വാട്ടർ പുറത്തോട്ട് ബാക്കി ആരുണ്ടാവും? NH4Cl ഉണ്ടാവും. HCl സ്ട്രോങ് ആസിഡാ. സോ അത് അസിഡിക് സൊല്യൂഷൻ ആയി. അത്രയേ ഉള്ളൂ. എക്സ്പ്ലെയിൻസ് കോമൺ അയോൺ എഫക്ട് വിത്ത് എക്സാമ്പിൾ. ഗീവ് എൻ എക്സാമ്പിൾ ഫോർ അസിഡിക് ബഫർ സൊല്യൂഷൻ. എത്ര വളരെ സിമ്പിൾ ചോദ്യം. കോമൺ അയോൺ എഫക്ട് എന്ന് പറയുമ്പോൾ എന്താ? സപ്പറേഷൻ ഓഫ് ദ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ അഡീഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? വീക്ക് ഇലക്ട്രോലൈറ്റിനെ സപ്രസ് ചെയ്യാൻ പോവാണ്. എങ്ങനെ? നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. ആ വീക്ക് ഇലക്ട്രോലൈറ്റ് തന്നെയുള്ള ഒരു സെയിം അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ കാണിക്കാം. ഡിസോസിയേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ക്യാൻ ബി സപ്രസ്ഡ് ബൈ അഡീഷൻ ഓഫ് സോഡിയം അസിറ്റേറ്റ്. അതായത് മക്കളെ അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇയാൾ ഡിസോസിയേറ്റ് എന്താ കിട്ടുക? CH3CO- H+ കിട്ടും. ഓക്കെ, ഇതാണ് കിട്ടുക. അപ്പോൾ ഈ ഡിസോസിയേറ്റ് നടക്കാതിരിക്കാൻ എന്താ ചെയ്താൽ മതി? ഇതേപോലത്തെ ചെങ്ങായിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ആരെ ആഡ് ചെയ്യുക? സോഡിയം അസിറ്റേറ്റ് ആഡ് ചെയ്യുക. സോഡിയം അസിറ്റേറ്റിൽ ആരുണ്ട്? CH3COO ഉണ്ട്. CH3CO- ഉണ്ടാവും. അപ്പോൾ CH3CO- അളവ് കൂടുന്നത് കൊണ്ട് തന്നെ ഈ റിയാക്ഷൻ ബാക്ക്വേർഡ് നടക്കും. അപ്പോൾ അതുകൊണ്ട് ഡിസോസിയേഷൻ നടക്കൂല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. ദെൻ അടുത്താണ് എക്സാമ്പിൾ അസിഡിക് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് മിക്സ്ഡ് അസിറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസിറ്റേറ്റ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് മക്കളെ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അസിറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3COH, സോഡിയം അസിറ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അസിറ്റിക് ബഫർ അല്ലേ? അപ്പോൾ അസിറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസിറ്റേറ്റ് എന്ന് പറയുമ്പോൾ CH3CONA എന്ന് വെച്ചാൽ ഒരു അസിറ്റിക് ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? അസിറ്റിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സ്കൂളുകളിലെ? വീക്ക് ആസിഡും സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസും കൂടി ചേരുമ്പോൾ എന്തുണ്ടാവുക? ഒരു ആസിഡിക് ബഫർ ഉണ്ടാവുക എന്നൊരു കാര്യം നിങ്ങൾ. അപ്പോൾ ആസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡ് പ്ലസ് സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം? അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. യെസ്. ഇനി അടുത്തെന്താ? ക്വസ്റ്റ്യൻ നമ്പർ 31. ഇത് ഇതേപോലെ തന്നെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ചോദ്യമാണ്. ഹോമോളിസിസ് നെട്രോളിസിസ്. പക്ഷെ ആർക്കും പറയുന്ന കാര്യമാണ്. ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ ക്ലീവേജ് ഓഫ് ബോണ്ടിങ് ആണ്. ഹോമോളിസിസ് ആണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ബോണ്ട് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ
ലെറ്റ്സ് ഒരു ബോണ്ട് ആണെങ്കിൽ ഇത് കാണിക്കാം, എക്സ് വെറുതെ കാണിക്കാണ്, വെറുതെ കാണിച്ചാണ് ഇപ്പോൾ അല്ലെങ്കിൽ എ ബി എന്ന് കൊടുക്കാം. ലെറ്റ്സ് എ ബി. ഹോമോളിസിസ് ക്ലീവേജ് ആണെങ്കിൽ നമുക്ക് കൃത്യമായി കാണിക്കാം എ ബി. ഹോമോളിസിസ് ക്ലീവേജ് ആണെങ്കിൽ ബോണ്ട് വേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈക്വൽ ഷെയറിംഗ് ഇലക്ട്രോൺ, അതായത് ഓരോരുത്തരും എന്ത് ചെയ്യും ഇങ്ങനെ, ഇയാളുടെ ബിയുടെ ഇലക്ട്രോൺ ഇയാളും എയുടെ ഇലക്ട്രോൺ ഇയാളും എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും മക്കളെ, എ ഫ്രീ റാഡിക്കൽ ബി ഫ്രീ റാഡിക്കൽ ഇങ്ങനെ ഉണ്ടാവും.